ഒരുമിച്ച് എൻ്റെ കൂടെ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാവിനോ എൻ്റെ മേലോ എൻ്റെ ശരീരത്തിൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ അവകാശമില്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എൻ്റെ പ്രജയമറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയും, ഇത് യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വെളിപ്പെടുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വീര്യപ്രവർത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മേഖലയിലും കർത്താവ് നമ്മളെ പുഷ്ടിയുള്ളവരാക്കി മാറ്റുന്നല്ലോ. സകലത്തിലും ദൈവം നമ്മളെ അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. യേശു ക്രിസ്തു ജീവിക്കുന്നത് കൊണ്ട് നാമും ജീവനിൽ വാഴുക തന്നെ ചെയ്യും. ആമേൻ. തുടർമാനമായി നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. പ്രത്യേകിച്ച് കൊല്ലത്തും കോട്ടയത്തും നടക്കുന്ന പ്രാർത്ഥനകളെ ഓർത്ത് നിങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് 28 നടക്കുന്ന പ്രാർത്ഥന, ഞാനൊരു യാത്രയിലാണ്. ആ സമയത്ത് ഞാൻ വീടിൻ്റെ അവിടെ അല്ല ചെയ്യുന്നത് പ്രാർത്ഥന, ഒരു യാത്രയിലാണ്. നിങ്ങൾ പ്രത്യേകിച്ച് അന്നത്തെ ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥന. കാര്യം അവിടുത്തെ ഞാൻ പോകുന്ന സ്ഥലത്ത് നെറ്റ്വർക്കുകൾ എല്ലാ കാര്യങ്ങളും നമുക്കവിടെ ലൈവിൽ വരുന്ന ടൈമിൽ എല്ലാ കാര്യങ്ങളും ഏറ്റവും ബെസ്റ്റായി തീരേണ്ടതിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥിക്കണം. എല്ലാ കാര്യങ്ങളും എനിക്ക് പോകാതിരിക്കാൻ കഴിയത്തില്ല. പക്ഷേ മീറ്റിംഗ് ഉണ്ട്, മീറ്റിങ്ങിന് മാറ്റമില്ല. എന്നാൽ അവിടെ നിന്നായിരിക്കും ഞാൻ ലൈവിൽ വരുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ നിന്നെല്ലാം അനുഗ്രഹമാക്കി ദൈവം മാറ്റും. വലിയ പ്രവൃത്തികളാൽ പരിശുദ്ധാത്മാവ് നടത്തും. നമുക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആത്മമണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നലെ കേട്ട വചനചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. കർത്താവിനെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവർ അവന്റെ ക്രൂശ് എടുക്കണം. ആമേൻ. ഇന്നലെ നമ്മൾ കേട്ട് ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കുക, അല്ലെ? തന്നെ താൻ ത്യജിച്ച്. അപ്പം ഈ ത്യജിക്കുക എന്നുള്ളത് എന്തായിരുന്നുള്ള ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ത്യജിക്കുക എന്നുള്ളത് ഓക്കെ. ഇവിടെയാണ് ആളുകൾക്കുണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ. ശ്രദ്ധിക്കുക. അപ്പൊ ത്യജിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലായത് സ്നാനമാണ്, അല്ലെ? വെള്ളത്താലുള്ള സ്നാനമാണ്. എന്നാൽ എപ്പോഴും ശ്രദ്ധിച്ചോണം, വെള്ളത്താലുള്ള സ്നാനം എന്നുള്ളത് യേശു ക്രിസ്തുവിലേക്ക് വരാനുള്ള വഴിയല്ല. എൻ്റെ കൂടെ പറഞ്ഞ്, യേശു ക്രിസ്തുവിലേക്ക് വരാനുള്ള വഴിയല്ല വെള്ളത്തിലെ സ്നാനം എന്ന് പറ. യേശു ക്രിസ്തുവിലേക്ക് വന്നവർക്ക് വേണ്ടിയുള്ള അടയാളമാണ് വെള്ളത്താലുള്ള സ്നാനം. മനസ്സിലാക്കിക്കോണം. അതുകൊണ്ടാണ് ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പം ഭാര്യ യേശുവിലേക്ക് വന്നു കഴിഞ്ഞാൽ മദ്യപാനിയ അച്ചായനോട് പറയാം, അച്ചായ യേശുവിലേക്ക് വന്നേ പറ്റത്തുള്ളൂ, നിർബന്ധിച്ച് അച്ചായനെ കൊണ്ട് വെള്ളത്തിൽ കൊണ്ട് ചാടിക്കും. ഞാൻ എൻ്റെ എനിക്ക് വന്നു 2003, 4 കാലഘട്ടത്തിൽ 5 കാലഘട്ടത്തിലൊക്കെ വീട്ടുകാരൊക്കെ യേശുവിലേക്ക് വന്നു, രക്ഷിക്കപ്പെട്ടു, അവർ സ്നാനപ്പെട്ടു. സ്നാനത്തിലേക്ക് വന്നപ്പോൾ എന്നോടും പറഞ്ഞ് സ്നാനപ്പെടാൻ പറഞ്ഞു. അപ്പം ഞാൻ വളരെ ജാളിതയോടെ, കാരണം വെച്ചാൽ ഞാൻ യഥാർത്ഥ മാനസാന്തരം വന്നിട്ടില്ല. ഞാൻ ലോകത്തിലും മറ്റു കാര്യത്തിലൊക്കെ ഇൻവോൾവ് ചെയ്തൊരു കാലഘട്ടമായിരുന്നു. ലോകവുമായിട്ട് പാപത്തോട് അനുരൂപരായി നിൽക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ വീട്ടുകാരെല്ലാം പറഞ്ഞു, സഭയിലെ ആളുകൾ പറഞ്ഞു സ്നാനപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ കുടമാളൂരുള്ള ഒരു സ്ഥലത്ത് ആറ്റിക്കൊണ്ടുവന്ന് ഞാൻ സ്നാനപ്പെടാൻ നിൽക്കുമ്പം എൻ്റെ കൂടെ പഠിച്ചവരും അവിടെയുള്ള തുണിയിലക്കാൻ വന്ന ആൾക്കാരും ഒക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവരെല്ലാം മുമ്പിലേക്ക് ഒരു ജാള്യത വന്നു. അവരെല്ലാവരും എന്നെ നോക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്ത് സ്നാനം നിർബന്ധത്താൽ നടക്കുവാണ്, മാനസാന്തരത്തിൽ നിന്നുണ്ടായ സ്നാനമല്ല. ശ്രദ്ധിച്ചേ, മാനസാന്തരത്തിൽ നിന്നുണ്ടായ സ്നാനം, നമുക്ക് സ്നാനപ്പെടുമ്പോൾ അവിടെ ഒരു സ്നാനത്തിൻ്റെ സന്തോഷമുണ്ടാകും. അപ്പൊ അന്ന് എൻ്റെ സ്നാനം തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. അന്ന് ഞാൻ സ്നാനപ്പെട്ടപ്പോൾ എൻ്റെ അകത്തൊരു മാനസാന്തരം ഉണ്ടായില്ല. കാര്യം ഞാൻ പിന്നീട് ലോകത്തിലും പാപത്തിലേക്കൊക്കെ പോകുന്നൊരു കാലഘട്ടമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് 2012 പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം എനിക്കുണ്ടായി. ദൈവം എന്നെ തൊട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അകത്തൊരു മാനസാന്തരം ഉണ്ടായി. അപ്പൊ അതിനു മുമ്പ് ഞാൻ സ്നാനപ്പെട്ടു, മാനസാന്തരം വന്നില്ല. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, മാനസാന്തരപ്പെട്ടവർക്കുള്ളതാണ് സ്നാനം എന്ന് പറ.
മാനസാന്തരപ്പെട്ടവർക്കുള്ളതാണ്. ഒരു വ്യക്തി യേശുവിലേക്ക് വരുമ്പോൾ, ഒരു വ്യക്തി യേശു ക്രിസ്തുവിലേക്ക് വരുന്ന സമയത്ത് ആ വ്യക്തിക്കകത്തുണ്ട്, അതാണ് തന്നെത്താൻ ത്യജിച്ച്. ആമേൻ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മരിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ? എനിക്ക് മരിക്കാൻ ഭയങ്കര കൊതിയാന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമുക്ക് ആർക്കും മരിക്കാൻ കൊതിയില്ല, അല്ലേ? നമുക്കെല്ലാം ജീവിക്കാനാ കൊതി. നല്ലത് അത് തന്നെ വേണം, ജീവിക്കാൻ കൊതിയുള്ളവരാണ്. അപ്പൊ ഒരു വ്യക്തി മരിക്കുന്നത് ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല. ഒരു വ്യക്തി ഇപ്പൊ ഇന്റർവ്യൂ, നിങ്ങൾക്ക് മരിക്കാൻ കൊതിയാന്ന് പറയുന്ന ആരുമില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് എന്തോ ബുദ്ധിമുട്ടുള്ള ആളാണ്. മരിക്കാൻ കൊതിയുണ്ട്. അപ്പൊ ഒരു വ്യക്തി തന്നെത്താൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ യേശു പറഞ്ഞു, എന്റെ ക്രൂശ് എടുത്ത് എന്നെ നിങ്ങൾ അനുഗമിക്കണമെങ്കിൽ തന്നെത്താൻ ത്യജിക്കണം. അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഒരു വ്യക്തി മനഃപൂർവ്വം മരിക്കത്തില്ല. ആത്മഹത്യ പാപമാണ് ബൈബിളിൽ. ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ആത്മാവ് നഷ്ടപ്പെടുന്നു, അവൻ നരകത്തിലേക്ക് പോകുന്നു. കൊലപാതകത്തിന് തുല്യം തന്നെയാണ് ആത്മഹത്യ എന്ന് പറയുന്നത് തന്നെ. നമ്മൾ ഒരിക്കലും ദൈവം തന്ന ജീവൻ കളയുവാൻ നമുക്ക് അവകാശമില്ല. എടുക്കുവാനും അവകാശമില്ല, കളയുവാനും അവകാശമില്ല. നോക്കിക്കേ, അപ്പൊ കർത്താവ് പറയുന്നു തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. അപ്പൊ കർത്താവിന്റെ ക്രൂശ്, അപ്പൊ ഒരു വ്യക്തിക്ക് തന്നെത്താൻ മരിക്കാൻ കഴിയത്തില്ല, ആഗ്രഹമില്ല. അപ്പൊ റോമർക്ക് എഴുതിയ ലേഖനം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു, 6-ാം അധ്യായം വായിക്കുമ്പോൾ, യേശുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു, നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ. കണ്ടോ? അപ്പൊ പാപസംബന്ധമായിട്ട് എന്റെ അകത്ത മനുഷ്യൻ മരിക്കുകയാണ്. യേശുവിനെ കർത്താവായി ഏറ്റുപറയുമ്പോൾ എൻ്റെ അകത്ത് ഒരു മരണം സംഭവിക്കുന്നു. ഹല്ലേലൂയ. ഇനി ഞാൻ ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു പ്രാർത്ഥനയിൽ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കിപ്പം ഉദാഹരണം ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പം കോട്ടയത്ത് ഒരു കൺവെൻഷൻ നടന്ന സമയത്ത്, കോട്ടയത്ത് കൺവെൻഷൻ 3 ദിവസത്തെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ കൺവെൻഷൻ കഴിഞ്ഞ സമയത്ത് അവിടെ ഒരു മദ്യപാനിയായ ഒരു ചെറുപ്പക്കാരൻ അവിടെ മദ്യപിച്ച് വീടിന്റെ തൊട്ട് പറമ്പിലാണ് ഒരു കൺവെൻഷൻ നടന്നത്. അപ്പൊ ഈ കൺവെൻഷൻ കഴിഞ്ഞപ്പം 3-ാം ദിവസം എനിക്ക് വന്നത്, 3-ാം ദിവസം 4-ാം ദിവസമോ ഈ ചെറുപ്പക്കാരൻ മുമ്പിൽ വന്നിട്ട് അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായി. അദ്ദേഹം മദ്യപിച്ച് കുടുംബമൊക്കെ തകർന്ന് ഭാര്യ അദ്ദേഹത്തെ ഇട്ടേച്ചു പോയി. 1 വയസ്സുള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഭാര്യ തന്റെ വീട്ടിൽ പോയി. താൻ വീണ്ടും മദ്യപിക്കാൻ തുടങ്ങി. ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, താൻ ഓട്ടോ ഓടിക്കുന്ന ആളായിരുന്നു. താൻ ഓട്ടോറിക്ഷയൊക്കെ CC-ക്കാർ കൊണ്ടുപോയി. മാനസികമായി ശാരീരികമായി മദ്യപാന നിമിത്തം തകർന്നുപോയി. മദ്യപാന നിമിത്തം. അങ്ങനെ കവലയിൽ ഒരു കടയിൽ കടന്നുകൊണ്ടിരുന്ന മനുഷ്യൻ ഈ കൺവെൻഷനിൽ വെച്ച് യേശുവിന്റെ വചനം കേട്ടു. ഇദ്ദേഹത്തെ ആരും ക്ഷണിച്ചില്ല. യേശുവിന്റെ വചനം കേട്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അകത്ത് 4-ാം ദിവസം മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് യേശുവിനെ കർത്താവായി സ്വീകരിക്കണം. ആരും നിർബന്ധിച്ചല്ല. ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഒരു മാനസാന്തരം കൊടുത്തു. കണ്ടോ? മാനസാന്തരം വന്നപ്പം സ്നാനം വന്നു. ഇപ്പൊ ഞാൻ ആ മദ്യപാനിയായ മനുഷ്യനെടുത്തോട്ട് പറയും, ഇപ്പൊ സ്നാനപ്പെട്ടാൽ നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുവോ? ഇല്ല, നിങ്ങൾ പറ. ഇല്ല. മരിക്കാതെ രക്ഷപ്പെടത്തില്ല. അപ്പൊ മരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് തരുന്ന മാനസാന്തരം. അപ്പം മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഒരു പഴയ മനുഷ്യൻ മരിച്ചിട്ട് പുതിയ മനുഷ്യൻ ജനിക്കുന്നതാണ് മാനസാന്തരം. ആമേൻ. മനസ്സ് തിരിയുന്നതാണ് മാനസാന്തരം. പഴയ മനസ്സ് മാറി. നോക്കി, നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി മാറുകയാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് ലേഖനത്തിൽ വാക്യം പറഞ്ഞേക്കുന്നത്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കേട്ടാൽ എഫേസ്യ ലേഖനത്തിലേക്ക് പറഞ്ഞു, നിങ്ങളുടെ ഉള്ളത്തിൽ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായിപ്പോ. എഫേസ്യ ലേഖനം നമ്മൾ ഇന്നലെ കേട്ടല്ലേ? എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായിപ്പോയ പഴയ മനുഷ്യൻ അവനെ ഉപേക്ഷിച്ച് ത്യജിക്കുക. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. കണ്ടോ? അപ്പൊ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാതെ ഒരു വ്യക്തി യേശുവിലേക്ക് വരുവാൻ കഴിയത്തില്ല. അപ്പൊ ചാടി നമ്മൾ സ്നാനപ്പെടുന്നതിലല്ല കാര്യം, പകരം മാനസാന്തരപ്പെട്ട്. 2012 എനിക്ക് മനസ്സിലായ, കർത്താവേ, ഞാനെന്ന് വെള്ളത്തിൽ മുങ്ങിയതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് 2012-ലാണ്. 2005-ൽ സ്നാനപ്പെട്ടെങ്കിലും 2012-ലാണ് ആത്മസ്നാനത്തിന്റെ ആ മനസ്സിലാക്കലിലേക്ക് വന്നത്. അപ്പൊ എങ്ങനെയാണ്? അകത്ത മനുഷ്യൻ മരിച്ചു. പിന്നെ എനിക്ക് പാപത്തോട് അടുക്കാൻ കഴിയുന്നില്ല. ജഡസ്വഭാവങ്ങൾ നമ്മളിൽ ഓരോ ദിവസവും പൊങ്ങിക്കൊണ്ടിരിക്കും. ജഡസ്വഭാവം. എന്നാൽ നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവ് ആ ജഡസ്വഭാവത്തെ ജയിക്കുവാൻ നമ്മളെ സഹായിക്കും. ഞാനൊരു വാക്യത്തിലേക്ക് ഒന്നിട്ട് പറഞ്ഞു തരാം. നോക്കിക്കേ, മർക്കോസിന്റെ സുവിശേഷം
നമ്മൾ മർക്കൂസ് ആണ് തുടങ്ങിയതല്ലേ? മർക്കൂസിന്റെ സുവിശേഷം അതിന്റെ ഇവിടെ 12-ാം അധ്യായത്തിന്റെ താഴേക്ക് വരുന്ന സമയത്ത് 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു. നോക്കിക്കേ, തിരുവഴുത്തുകളെ. അപ്പൊ ഇവിടെ നമുക്കറിയാം, യഹൂദന്മാര് വന്നിട്ട് ചോദിക്കുവാണ്, ഒരു സ്ത്രീ, ഒരു സഹോദരി, നമുക്ക് ആ സന്ദർഭം അറിയാം. പിന്നെ ഒരു സഹോദരി ഭർത്താവ് മരിച്ചു പോയപ്പോൾ തന്റെ സഹോദരന്മാർ അവരെ വിവാഹം ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? 7 സഹോദരന്മാരുണ്ടായിരുന്നു. അവരിൽ മൂത്തവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, സന്തതിയില്ലാതെ മരിച്ചുപോയി. രണ്ടാമത്തവൻ അവനെ പരിഗ്രഹിച്ചു, സന്തതിയില്ലാതെ മരിച്ചുപോയി. എല്ലാവരും അങ്ങനെ 7 പേരും ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക യേശുവിനോട്. എന്നിട്ട് പറയാണ്, പുനരുദ്ധാനത്തിൽ, അതായത് മരിച്ച് നിത്യതയിൽ ചെല്ലുമ്പോൾ 7 ഭർത്താക്കന്മാരുമായിട്ട് ഈ സഹോദരി ജീവിച്ചല്ലോ. ഈ 7 ഭർത്താക്കന്മാരുമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഈ സഹോദരി യേശുവിലേക്ക് വന്ന് മാനസാന്തരപ്പെട്ട് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവത്തിൽ 7 പേർക്ക് ആരുടെ ഭർത്താവാകും? ഒരു ചോദ്യം യേശുവിനെ ചോദിക്കുക. നോക്കിക്കേ, വല്ലാത്തൊരു ചോദ്യമല്ലേ? അപ്പൊ യേശുവിന്റെ മറുപടിയാണ്, യേശു അവരോട് പറയുന്നു, നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെ അറിയാത്തതുകൊണ്ട് തെറ്റിപ്പോകുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം കഴിക്കത്തില്ല അവിടെ. അതായത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഭൂമിയിലെ സിസ്റ്റം അല്ല. കല്യാണം കഴിക്കണം, ചിട്ടി പൈസ ഉണ്ടാക്കണം, കാറിന് ലോൺ അടയ്ക്കണം, വീടിന്റെ വാടക അടയ്ക്കണം. ഈ പരിപാടി അവിടെ ഇല്ല. ഇതുമായിട്ടൊരു ബന്ധമില്ല അവിടെ. അവിടെ നമ്മൾ വിവാഹം കഴിക്കാൻ പോവല്ല. അവിടെ നമ്മൾ എന്താ പറയുക, അവിടെ നമ്മൾ ചെല്ലുമ്പം വിവാഹം കഴിക്കാനും, അവിടെ നമ്മൾ പോകുമ്പോൾ എങ്ങനെ രാവിലെ പിള്ളേരെ സ്കൂളിൽ വിടും, എങ്ങനെ ജീവിതം ഉന്തി നീക്കും എന്ന ചിന്തയില്ല. അവിടെ യേശുവിനെ കണ്ടാൽ പിന്നെ എന്നാ വിവാഹം? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ ദൈവത്തെ കാണുകയാണ്. സ്വർഗത്തിലിരിക്കുന്ന സ്നേഹസ്വരൂപനായ ദൈവം, സാക്ഷാൽ മശിക ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിള്ളേർ തപ്പാൻ പോവോ? നിങ്ങൾ പറ. ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ, യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ, സ്വർഗത്തിൽ ചെന്നാൽ, നിത്യവാസത്തിൽ ചെന്നാൽ, നമ്മുടെ സൃഷ്ടാവിനെ കണ്ടാൽ, നമ്മുടെ സകലത്തിൽ മതിയായവനായ ദൈവത്തെ കണ്ടാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഭൂമിയിലെ കാര്യം ചിന്തിക്കാൻ വേണ്ടി പോവോ? ഇല്ല. അപ്പൊ ഈ ലോകവുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അതാണ് യേശു പറഞ്ഞത്, അവിടെ പോയി വിവാഹം കഴിക്കാൻ വേണ്ടി ആരും വരണ്ട. നോക്കിക്കേ, മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം കഴിക്കത്തില്ല അവിടെ. വിവാഹത്തിന് കൊടുക്കത്തുമില്ല അവിടെ. അതിനർത്ഥം സ്വർഗസ്ഥനായ പിതാവിനെ അവിടെ നിങ്ങളെ എല്ലാവരും എന്റെ ചേർത്ത് നിർത്തി വിവാഹാലോചനയോ കല്യാണങ്ങളോ അവിടെ വിരുന്നോ ഒന്നുമില്ല അവിടെ. അപ്പൊ യഹൂദന്റെ ചിന്ത മൊത്തവും ഇവന്റെ ചിന്ത ലോകത്തിൽ എങ്ങനെയാണോ അതേപോലെയാണോ എന്നാണ് അവൻ അറിയേണ്ടത്. അപ്പൊ യേശു പറയാണ്, തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ട് ഈ തെറ്റിപ്പോകുന്ന പെട്ടു. പലപ്പോഴും സ്നാനം എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തൊരു തെറ്റിദ്ധാരണ കയറി, സ്നാനപ്പെട്ടോ അതിനർത്ഥം മദ്യപാനിയെ പിടിച്ചങ്ങോട്ട് സ്നാനപ്പെടുത്തുക. മാനസാന്തരപ്പെടാത്ത, മനുഷ്യനോട് ക്ഷമിക്കാത്ത, പാപത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ പിടിച്ചപ്പോൾ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ സ്നാനപ്പെടുമ്പോൾ എന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അച്ചായം വഴി നിന്നുകൊണ്ട് പുക വലിക്കുമ്പോൾ നാട്ടുകാർ പറഞ്ഞോ സ്നാനപ്പെട്ട ആളാ കണ്ടോ. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ അവൻ പാപത്തെ വെറുക്കും. ഇനി ഞാൻ പറഞ്ഞാൽ എന്താണ് മാനസാന്തരം? നോക്കി, എന്താണ് സ്നാനം? അപ്പൊ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ട് ജനം തെറ്റിപ്പോകുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട് അല്ലേ? അപ്പൊ നോക്കിക്കേ, അപ്പൊ ഇവിടെ പറയുന്നു തിരുവഴുത്ത്. ഒന്നാമത്തെ കാര്യം, മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടു, തിരുവഴുത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ മനസ്സിലാക്കണം. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ വന്നിരിക്കുന്ന നശിപ്പിപ്പാനല്ല രക്ഷിക്കാൻ. 1. 2, ദൈവശക്തി എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ വളരെ ശക്തമായ വാക്യമാണ്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമെങ്കിൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ, എന്താണത് ഉറക്കെ പറയാൻ പറ്റുമോ? രക്ഷിക്കപ്പെടുന്ന നമുക്കോ? കണ്ടോ, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവത്തിന്റെ ശക്തി ഏതാ? ക്രൂശിന്റെ വചനം. അപ്പൊ യേശു പറയാം, തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു. അപ്പൊ ദൈവശക്തി എന്ന് പറയുന്നത് ക്രൂശിന്റെ വചനമാണ്. ഈ തിരുവഴുത്തുകളെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ അപ്പൊ ക്രൂശിന്റെ വചനം അറിയണം. യഹൂദന്മാർക്ക് ഇത് അറിയത്തില്ല. അപ്പൊ യഹൂദന്മാർ വന്നിട്ട് പറയുന്നത്, ഒരു സ്ത്രീ മരിച്ചു, 4-7 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇവള് മാനസാന്തരപ്പെട്ട് യേശുവിലേക്ക് വന്ന് മരിച്ചു പുനരുദ്ധാനം കഴിഞ്ഞ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആരുടെ ഭർത്താവാകും ഇവരുടെ പേടി മൊത്തം. ഇവരുടെ ചിന്ത മൊത്തവും ഇവർ ആരുടെ കൂടെ ജീവിക്കും എന്നുള്ളതാണ് ചിന്ത. അപ്പൊ യേശു പറഞ്ഞ ക്രൂശിന്റെ വചനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാപത്തിൽ നിന്നും യഥാർത്ഥ ദൈവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുകയാണ്. അവിടെ നിങ്ങളുടെ മണവാളൻ യേശുവാണ്. മനസ്സിലായോ?
അവിടെ നിങ്ങളുടെ മണവാളൻ യേശുവാണ്, ഈ ഭൂമിയിലെ ആരുമല്ല. നമുക്ക് ആത്മ മണവാളൻ. അവൾ നമ്മൾ പറയത്തില്ലേ, മണവാട്ടിയെ ചേർക്കാൻ വേണ്ടി സഭ എന്ന് പറയുന്നത് മണവാട്ടിയാണ്, ക്രിസ്തു മണവാളനാണ്. അപ്പൊ ഈ ഭൂമിയിൽ ഒന്നുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഇപ്പൊ നമ്മുടെ ഭൂമിയിൽ മണവാളൻ എന്നൊക്കെ പറയുമ്പോൾ വേറെ നമ്മൾ എന്ത് ചെയ്യുക, ഭൂമിയിൽ ഒരു സിസ്റ്റം ഉണ്ട്. അങ്ങനെ അല്ല. അവിടെ ക്രിസ്തുവിന്റെ കൂടെ ജീവിക്കുന്ന സഭയായ നിങ്ങളും മണവാളനായ ക്രിസ്തു എന്ന് ബൈബിൾ പറയുന്നു. അപ്പൊ ഈ ലോകത്തിലെ മണവാളനെയോ മണവാട്ടിയോട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയത്തില്ല. ആമേൻ. ഈ വാക്യം നോക്കിക്കേ, യേശു അവരോട്, നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തി ക്രൂശിന്റെ വചനം നശിക്കുന്നവർക്ക് ഭോഷത്വമെങ്കിൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ ഇത് ദൈവത്തിന്റെ ശക്തി. ആ വാക്ക് കണ്ടോ? അപ്പൊ ഈ ശക്തി, അപ്പം ഒരു വ്യക്തി യേശുവിലേക്ക് വരുമ്പോൾ, ഇപ്പൊ നമുക്കറിയാം വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒട്ടുമുക്കാലും ആൾക്കാർ, എനിക്ക് തോന്നുന്നത് എനിക്ക് മുക്ക ആൾക്കാരെയും വ്യക്തിപരമായിട്ട് ചുരുക്കം ആൾക്കാരെയും നമ്മുടെ പ്രാർത്ഥനയിൽ അറിയത്തുള്ളെങ്കിലും യൂട്യൂബിലും ലൈവിലും ഒക്കെ കാണുന്ന ആൾക്കാരെ സൂമിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കമന്റ് ബോക്സിലോ നമ്മുടെ പ്രാർത്ഥനയുടെ സൂമിന്റെ ലിങ്ക് ഉണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കാണും, കമന്റ് ബോക്സിൽ കാണും. അതിൽ നേരെ ക്ലിക്ക് ചെയ്താൽ നേരെ സൂം പ്രെയറിലേക്ക് പങ്കുചേരാൻ പറ്റും. അവിടെ കിടന്ന് കമന്റ് ചെയ്യാതെ നേരെ കറങ്ങി വന്ന് അതാരും നോക്കാൻ പോകുന്നില്ല, അങ്ങോട്ട് കയറിയ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അപ്പൊ അപ്പൊ നിങ്ങൾക്കൊരു വിവാഹം നിശ്ചയിച്ചെന്നിരിക്കട്ടെ, വിവാഹം നിശ്ചയിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഒരു മണവാളൻ, ഒരു ഭർത്താവ്, ഒരു കുടുംബ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ വേണ്ടി പോവാ. ഞാൻ ചോദിച്ചോട്ടെ, വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ വേറൊരാൾ വന്നിട്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു 10 പേര് വന്ന് വിളിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും മറുപടി? ഞാൻ വിവാഹം നിശ്ചയിക്കപ്പെട്ട ആളാണ്. അപ്പൊ നമ്മുടെ അകത്തൊരു കോൺഷ്യസ് വന്നത് കണ്ടോ? എനിക്ക് ജനുവരി 10-ാം തീയതി എന്റെ വിവാഹമാണ്. എനിക്കൊരു മണവാളനെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മണവാളനോടാണ് ഇനി എന്റെ ജീവിതം, ആ വ്യക്തിയോടൊപ്പമാണ് എന്റെ ജീവിതം. ഈ വ്യക്തിയാണ് ഇന്ന് മുതൽ എന്റെ ജീവിത പങ്കാളി. അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ അകത്തൊരു ചിന്ത വന്ന്, അപ്പൊ 10 പേര് വന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ പുറകെ പോകത്തില്ല. നിങ്ങളുടെ ചിന്തകളൊക്കെയും മണവാളനിലേക്ക് നിങ്ങൾ ഫോക്കസ്ഡ് ആകും. യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ ഈ ലോകത്തോടുള്ള ബന്ധത്തിൽ നിന്നും യേശുവിനോട് ചേരുവാൻ നിങ്ങൾക്കൊരു ചിന്ത വരുന്നുണ്ടോ? യേശുവിനോട് അനുരൂപരാകുവാൻ ഒരു ചിന്ത വരുന്നുണ്ടോ? എല്ലാറ്റിനേക്കാൾ ഉപരി എനിക്ക് യേശുവിനോട് ചേരണമെന്നൊരാഗ്രഹം വരുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങളകത്ത് മണവാട്ടി സഭയുടെ ആത്മാവ് വന്നിരിക്കുന്നു. യേശുവിനെ നമുക്ക് അങ്ങനെയല്ല. ഞാൻ ചോദിച്ചില്ല, നിങ്ങളുടെ ഭർത്താവിനേക്കാൾ വലുതാണോ അയൽപക്കത്തുള്ള ഏതെങ്കിലും സഹോദരന്മാർ? ഇല്ലെങ്കിൽ ഭാര്യയേക്കാൾ വലുതാണോ ലോകത്തിലുള്ള സകല സഹോദരിമാരും? ആണോ? അല്ലയോ? അല്ല. ഭർത്താവിനേക്കാൾ വിശ്വാസമാണോ വഴിയെ നടക്കുന്ന എല്ലാ സഹോദരന്മാരെ? ആണോ? ഭാര്യയേക്കാൾ നിങ്ങൾക്ക് വിശ്വാസമാണോ നമ്മൾ കാണുന്ന എല്ലാവരും? അല്ല. അപ്പൊ ഞാൻ ഈ ലോകത്തിൽ വെറുതെ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ ഒരുവൻ യേശുവിലേക്ക് വരുമ്പോൾ യേശുവുമായി ഒരു ബന്ധം വരികയാണ്. ഈ ബന്ധത്തിന്റെ അകത്ത് നിൽക്കുമ്പോൾ എനിക്ക് യേശുവിനോട് കൂടെ ചേരാനുള്ള ഉടമ്പടിയാണ് സ്നാനം. മനസ്സിലായോ? അപ്പം മണവാളനുമായിട്ടൊരു ബന്ധത്തിൽ വരാതെ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകുന്ന അറിയാവോ? പരസംഗങ്ങൾ ഉണ്ടാകും. ലോകത്തോട് അനുരൂപരാകുവാൻ ഒരു ചിന്തയുണ്ടാകും. ആമേൻ. ഇപ്പൊ നമുക്കറിയാം, ഞാനിപ്പോ ഭാര്യയായിട്ട് പുറത്തു പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഭർത്താവുമായിട്ടോ ഭാര്യയായിട്ടോ പുറത്തു പോകുന്നു, വഴി നിൽക്കുന്ന ഒരാൾ ഹായ് പറയുക, എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിന്നേക്കാൾ നല്ലൊരു ജീവിതം തരാമെന്ന് പറയും, നിങ്ങൾ പോവോ? ഇല്ല. അതിന്റെ കാരണം നിങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്. ഇവിടെ നോക്കിക്കേ, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം വായിക്കുന്ന സമയത്ത് നമുക്കവിടെ കാണാൻ പറ്റും. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ 21-ാം വാക്യം, നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നത് കണ്ടോ? ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടു. കണ്ടോ? മുദ്രയിട്ടു. ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നുമിരിക്കുന്നു. അപ്പൊ യേശുമായിട്ടുള്ള എന്റെ ബന്ധമാണ് പരിശുദ്ധ ആത്മാവ് എന്റെ ഉള്ളത്തിലേക്ക് വരുമ്പോൾ യേശുവുമായ ഒരു മുദ്ര എനിക്ക് വീഴുകയാണ്. കണ്ടോ? ഈ മുദ്ര കിട്ടുമ്പോഴാണ് നമ്മൾ സ്നാനപ്പെടുന്നത്. അല്ലാതെ ആരെങ്കിലും വെള്ളത്തിൽ ചാടിക്കൊള്ളാൻ പറഞ്ഞാൽ പോയി ചാടരുത്, മാനസാന്തരം പറഞ്ഞു.
ചിലരിപ്പോ സ്നാനപ്പെട്ട ഉടനെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് ലോകത്തെ അതായത് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ സ്നാനപ്പെട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ വാക്ക് പറയുകയാണ്, ഞാൻ സാത്താൻ വർഷിപ്പിലേക്ക് പോവാ. സാത്താൻ വർഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് എനിക്കൊരു പെട്ടെന്നൊരു പ്രശ്നം വന്നു. ഞാൻ അപ്പോഴേക്കും ഒരു ദേവദാസനെ വിളിച്ചു. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ വലിയ വിഷയത്തിന്റെ അകത്താണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നു, എന്നെ രക്ഷിക്കും. ഓക്കെ, യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നു. എനിക്കൊരു വിടുതലുണ്ടായത് യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതലേക്ക് ഉണ്ടായി. അത് യേശുവിന്റെ നാമത്തിലാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു സ്നാനപ്പെടാൻ പറഞ്ഞു. അവിടെ ഞാൻ സ്നാനപ്പെട്ടിട്ട് പിന്നെയും സാത്താൻ ആരാധനയ്ക്ക് പോകുവാന്ന് വിചാരിച്ചു. ആ സ്നാനം ഒറിജിനൽ അല്ല. ഇപ്പൊ മനസ്സിലായോ? സ്നാനം എന്ന് പറഞ്ഞാൽ യേശുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും ക്രിസ്ത്യാനിയാകാൻ വേണ്ടിയല്ല, ക്രിസ്തുവിലേക്ക് വരുവാൻ. അതാ പറഞ്ഞത്, ഒരു ആത്മമണവാളനുമായി വിവാഹം നിശ്ചയിച്ചവരാണ് നിങ്ങൾ, രക്ഷിക്കപ്പെട്ടവർ. ലോകമെന്ന് പറഞ്ഞാൽ ഇതൊരു വശീകരണമാണ്. ലോകത്തോട് നാം അനുരൂപരാകുമ്പോൾ ബൈബിൾ പറഞ്ഞ പരസംഗം ചെയ്യുകയാണ്. എപ്പോഴും എനിക്കൊരു ഓർമ്മ വേണം, ഞാൻ കല്യാണം നിശ്ചയം ചെയ്ത ഒരാളാണ്. എന്നോട് പറ, കല്യാണ നിശ്ചയം ഉറപ്പിച്ച ആളാണ് ഞാനെന്ന് പറ. ഞാനിത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ലോകവുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ലോകത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ ഒരു രക്ഷിക്കപ്പെട്ട വിശ്വാസി, എന്റെ ആത്മമണവാളൻ എന്നെ ചേർക്കാൻ വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ മർക്കോസിന്റെ സുവിശേഷം വായിക്കുന്ന സമയത്ത് യേശു പറഞ്ഞൊരു വാക്ക് നോക്കി, ഏറ്റവും ഒടുവിൽ നോക്കിക്കേ, വ്യഭിചാരവും പാപവും ഉള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനത്തെയും കുറിച്ച് നാണിച്ചാൽ അവരെക്കുറിച്ച് മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ, കണ്ടോ, വരുമ്പോൾ നമ്മളെ ചേർക്കാൻ വേണ്ടി യേശു വരും. ഇപ്പൊ നമ്മൾ നിശ്ചയിച്ചിരിക്കുക, പരിശുദ്ധാത്മാവിന്റെ മുദ്ര വന്നിരിക്കുന്നു. ഈ മുദ്ര ഉള്ളപ്പോ പിശാചിനറിയാം, ഇത് യേശുവിന്റെ മണവാട്ടിയാണ്. കണ്ടോ, യേശുവിന്റെ മണവാട്ടിയാണ്. എങ്ങനെ മനസ്സിലാവും? പറ, എങ്ങനെ മനസ്സിലാവും? നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ഒരു കല്യാണ മോതിരമുണ്ട് അല്ലെ? വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പെണ്ണിന്റെയും ചെറുക്കന്റെ കയ്യിൽ എന്തുണ്ട്? ഇപ്പൊ പെണ്ണിന്റെ കയ്യിലാണെങ്കിൽ എന്ത് ചെയ്യും? 6 പേരായിരിക്കും എഴുതിയേക്കുന്നത്. കല്യാണം നിശ്ചയിച്ചു ചെറുക്കന്റെ പേര് എഴുതി വെച്ചിരിക്കും. പെണ്ണിന്റെ ആണെങ്കിലോ, അല്ല ചെറുക്കന്റെ ആണെങ്കിലോ പെണ്ണിന്റെ പേര് എഴുതി വെച്ചേക്കുന്ന ഒരു വിവാഹ മോതിരം കാണാൻ പറ്റും. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മളിപ്പോ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ മോതിരത്തെ നോക്കിയിട്ട് നോക്കി, ഇതെന്താ നിങ്ങളുടെ പേര് അതല്ലല്ലോ, ഒരു ചെറുക്കന്റെ പേരെന്താ മോതിരത്തേക്ക്? ഉടനെ പറയും, ഇതെന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. കണ്ടോ? ഇതേപോലെ പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമ്മുടെ മേൽ ഇട്ടിരിക്കുന്നത്, ഞാൻ വിവാഹ നിശ്ചയപ്പെട്ടിരിക്കുന്ന ആളാണ്. ഇത് പിശാചിനറിയാം. കണ്ടോ? ഈ മുദ്രയാണ് എന്റെ ധൈര്യം. ഈ മുദ്ര വേണം. ഈ മുദ്ര കിട്ടിയവരാണ് സ്നാനപ്പെടേണ്ടത്. മാനസാന്തരം വന്നവര്. യേശുവിനെ ഞാൻ കർത്താവ് എന്ന് സ്വീകരിക്കുകയും ഞാൻ സാത്താനെ ആരാധിക്കാൻ വേണ്ടി പോയിക്കഴിഞ്ഞാൽ എൻ്റെ അകത്ത് മനസാന്തരം വന്നില്ല. പകരം ഞാൻ യേശുവിന്റെ എന്തോ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വിടുതലുണ്ടായി. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ സ്നാനപ്പെട്ടില്ലെങ്കിലും സൗഖ്യമാകും. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ചിലർ പറയും, ബ്രദർ എന്റെ ജീവിതത്തിൽ വിടുതൽ ഉണ്ടാകാത്തത് ഞാൻ സ്നാനപ്പെടാത്തതുകൊണ്ട്. ഒരിക്കലുമല്ല. യേശുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട്, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്. ആ നാമം സകല നാമത്തിൽ മേലായ നാമമാണ്. ആ നാമത്തിൽ ഭൂതങ്ങൾ പുറത്തു പോകും, ആ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും, ആ നാമത്തിൽ അത്ഭുതം നടക്കും, എല്ലാം നടക്കും. പക്ഷെ ഒരു കാര്യം, ഈ ലോകത്തിൽ ഇതിനു ശേഷം യേശുവിന്റെ കൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കണമെങ്കിൽ അവിടെയാണ് മനസാന്തരവും സ്നാനവും. ഹല്ലേലൂയ. എനിക്കറിയുന്ന പണ്ടൊരു സഹോദരി, ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, ബ്രദറെ, പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ ഒരു സഹോദരി പറഞ്ഞു, ബ്രദറെ എന്റെ കടഭാരം മാറാൻ, ഞാൻ സ്നാനപ്പെട്ടിട്ട് എന്റെ കടഭാരം മാറില്ലെന്ന് പറഞ്ഞു. ഉണ്ട്. ഇദ്ദേഹം ചോദിച്ചു, അതെന്താ അങ്ങനെ പറയുന്നത്? ഒരു ദേവദാസനോട് പറഞ്ഞു, കടഭാരം മാറണോ സ്നാനപ്പെടണം? അങ്ങനെ ചാടിയതാ വെള്ളത്തിൽ. കണ്ടോ? അന്നൊരു കടഭാരം മാറിയോ? ഇല്ല. വർഷങ്ങളായി ഞാൻ സ്നാനപ്പെട്ട ബ്രദറെ. അപ്പൊ ഇപ്പോഴാണ് മനസ്സിലായത്, അന്ന് ശരിക്കും പറഞ്ഞാൽ മാനസാന്തരപ്പെടാതെ ചാടിയതാ വെള്ളത്തിൽ. കണ്ടോ? ആരോ പറഞ്ഞു, കടഭാരം മാറണോ, സ്നാനപ്പെട്ടാൽ എല്ലാം മാറും. കണ്ടോ? ഇങ്ങനെ പല തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ആ സഹോദരി വെള്ളത്തിൽ പൊങ്ങി സ്നാനപ്പെട്ടു, അതുകൊണ്ട് കടഭാരം മാറിയോ? അതുമില്ല. അപ്പൊ മനസ്സിൽ മൊത്തം, ഞാൻ സ്നാനപ്പെട്ടിട്ടുണ്ടോ കടഭാരം മാറാത്തത്? സ്നാനപ്പെടുന്നത് കടഭാരം മാറാൻ വേണ്ടിയല്ല. സ്നാനപ്പെടുന്നത് നിങ്ങളുടെ രോഗം മാറാൻ വേണ്ടിയല്ല സ്നാനപ്പെടുന്നത്. എന്നാൽ സ്നാനപ്പെടുമ്പോൾ രോഗങ്ങൾ മാറുന്നില്ല. ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ആത്മാവിൽ മാനസാന്തരം വന്ന വ്യക്തിക്ക് വേണ്ടിയുള്ളതാണ് വെള്ളത്തിലെ സ്നാനം. വെള്ളത്തിൽ ഒരു വ്യക്തി സ്നാനപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഭയങ്കര അയ്യോ, ഞാൻ കല്യാണം യേശുവുമായി എൻ്റെ ആത്മമണവാളനോട് ചേർന്നതിൻ്റെ സൈനാണ്. ലോകത്തിൽ ഞാൻ പറഞ്ഞൊരു മോതിരം മുദ്രയിടുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ മുദ്ര എൻ്റെ മേൽ വന്നിരിക്കുന്നത്. ഞാൻ ലോകത്തോട് പറയുന്നതാണ് വെള്ളത്തിലെ സ്നാനം.
അപ്പൊ ഒരാളോട് നിങ്ങൾ പറയും ഞാൻ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു, ഞാൻ യേശുവിനോട് ചേരുവാൻ അനുരൂപനായിരിക്കുന്നു, ഞാനിപ്പോൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാണ്, ഞാൻ യേശുവിന് വേണ്ടി കാത്തിരിക്കുന്നു. കണ്ടോ, ഇതാണ് സ്നാനവും മാനസാന്തരവും രക്ഷയും. ഇത് യേശു പറയാണ് തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും ഇവർക്ക് മനസ്സിലായിട്ട് ഇപ്പോഴും നിങ്ങൾ ഓർക്കുന്നിരിക്കുന്നത് ഈ ഭൂമിയിലെ പോലെയാണ് അവിടെ എന്നാ ചിന്തിക്കുന്നത്. ഈ ഭൂമിയിലെ പോലെയാണോ? അവിടെ അല്ല. നോക്കിക്കേ, മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം കഴിക്കുന്നില്ല. കാര്യം എന്തുവാ? നമുക്ക് ഒറ്റ ആത്മമണവാളനേ ഉള്ളൂ. സ്വർഗത്തിൽ പോയിട്ട് നിങ്ങൾ എല്ലാവരും അവിടെ പോയി കുഞ്ഞുങ്ങളും പിള്ളേരും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ലോകമാണ് ചിന്തിച്ചേക്കരുത്. തെറ്റിദ്ധാരണയാണ്. നമ്മൾ മരിച്ചവരെ വീണ്ടും കാണും. പക്ഷെ കാണുമ്പം അവിടെ നിങ്ങൾക്ക് ആ കാണുന്നതോട് നിങ്ങൾ പറയാം ബാ നമുക്ക് ഒരുമിച്ച് ജീവിക്കാന്ന് പറയാൻ വരത്തില്ല അവര്. അച്ഛൻ എനിക്ക് മുമ്പേ പോയതല്ലേ യേശുവിന്റെ അടുക്കലേക്ക്, ഞാനും വന്നു, ഇപ്പം ബാ നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ റൂം എടുത്ത് താമസിക്കാം. അച്ചായൻ പറയും, അല്ലെങ്കിൽ അമ്മാമ്മ പറയും, എൻ്റെ പൊന്നു സഹോദര യേശുവിനേക്കാൾ വലുതല്ല എനിക്ക് ഒന്നും. കണ്ടോ, അവിടെ എല്ലാം മറക്കും, നിങ്ങളും മറക്കും കേട്ടോ. അവിടെ ഒരു ഹായ് പറഞ്ഞ് നമ്മളങ്ങ് പോകത്തേ ഉള്ളൂ. കാര്യം യേശുവിനെ കാണുകയാണ്, യേശുവിനെ നമ്മൾ കാണുകയാണ്. അപ്പൊ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അവസരമുണ്ട് യേശുവിനോട് ചേരുവാൻ. കണ്ടോ, നാളെ ക്രിസ്തുവിന്റെ കൂടെ നടക്കുമ്പം അസൂയ തോന്നും രക്ഷിക്കപ്പെടാത്തവർക്ക്, സ്നാനപ്പെടാത്തവർക്ക്. അവർക്ക് അസൂയല്ല കേട്ടോ, അവർക്ക് നിരാശ വരരുത്. അതിനാണ് സുവിശേഷം അറിയിക്കണമെന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഇനി ഞാൻ പറഞ്ഞുതരാം. 1 കൊരിന്ത്യർക്കെതിരെ ലേഖനം 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ പറഞ്ഞു, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കത്തില്ല, നീ അറിയുന്നുവല്ലോ. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ടക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഈ വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ കേരളത്തിൽ വലിയ വിഷയമായ വാക്യം അല്ലേ? ഈ ഒരു വാക്ക് വന്നതുകൊണ്ടാണ്, വിഗ്രഹാരാധികൾ എന്ന വാക്ക് വന്നതുകൊണ്ടാണ്. ബൈബിൾ എന്തുകൊണ്ടാണ് ഇത്? മുമ്പ് നമ്മൾ ഇങ്ങനെയുള്ളവരായിരുന്നു. അപ്പൊ ഇത് കാണിക്കുന്നത് ലോകത്തിന്റെ ഒരു സിസ്റ്റം. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ഈ ദൈവത്തിന്റെ സിസ്റ്റവും ലോകത്തിന്റെ സിസ്റ്റവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നമ്മൾക്കിപ്പോ ഞാനിപ്പോ ഉദാഹരണമായിട്ട് ഓടി വന്നിട്ട് ഞാൻ പറഞ്ഞൊരു സാക്ഷ്യം പറഞ്ഞു. ഒരാൾ പറഞ്ഞതുപോലെ ഒരു വ്യക്തി ഇപ്പൊ മരിക്കാൻ കിടക്കുക, അദ്ദേഹത്തിന്റെ പിതാവ് മരിക്കാൻ കിടക്കുക. മരിക്കാൻ കിടക്കുമ്പം ഈ വ്യക്തി ഈ വല്ലാതെ ഭാരപ്പെട്ട് വെന്റിലേറ്റർ കിടക്കുന്ന പിതാവ് മകൻ ഇങ്ങനെ പുറത്തു നിന്നുകൊണ്ട് ICUവിന്റെ പുറത്തു നിന്നുകൊണ്ട് വല്ലാതെ ഭാരപ്പെടുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞത്, അച്ചായൻ രക്ഷപ്പെടണമെങ്കിൽ നീ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇങ്ങനെയാണോ സുവിശേഷം പറയേണ്ടത്? അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? സ്വന്തം പിതാവ്, സ്നേഹസമ്പന്നനായ ഒരു പിതാവ് മരിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കിടക്കുക, വെന്റിലേറ്റർ, ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ഞാൻ വെന്റിലേറ്റർ ഓഫ് ആക്കാൻ പോവാ, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഓടിപ്പോയിട്ട് ആഹാ കണ്ട ഞങ്ങളൊക്കെ കണ്ട വിശ്വാസികളെ, ഞങ്ങളെ പോലെ വന്ന അച്ചായൻ രക്ഷപ്പെടുന്നൊക്കെ പറയുന്നത് സുവിശേഷമൊന്നുമല്ല, ദൈവസ്നേഹമൊന്നുമല്ല. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ വ്യക്തിയെ കൈത്താങ്ങണം, അവിടെ ആ പിതാവിനോട് വേണ്ടി പ്രാർത്ഥിക്കണം, യേശുവിന്റെ സൗഖ്യത്തിന് വേണ്ടി അവസരം ഒരുക്കണം. അങ്ങനെ ആ വ്യക്തി സൗഖ്യമാകട്ടെ. ആ സൗഖ്യമാകുമ്പോൾ ആ മകൻ തന്നെ പറയും, ബൈബിളിൽ പറഞ്ഞതുപോലെ ആ കരകരപ്രമാണി പറഞ്ഞതുപോലെ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്നാ ചെയ്യേണ്ടത്? കണ്ടോ, നമ്മൾ കുത്തി വേദനിപ്പിച്ച് രക്ഷയിലേക്ക് കൊണ്ടുവരുന്നവരല്ല, പകരം യേശുവിന്റെ സ്വഭാവത്തിൽ ആത്മാവിനെ സഹായത്താൽ അവരെ സ്നേഹത്തിലാണ് വിശ്വാസം കൊണ്ടുവരേണ്ടത്. നോക്കിയേ, അപ്പൊ മുമ്പ് നിങ്ങൾ ഈ വകക്കാരായിരുന്നു. നിങ്ങൾ മുമ്പേ ഈ വകക്കാരായിരുന്നു നമ്മളെല്ലാവരും. കണ്ടോ, അതാ ഞാൻ പറഞ്ഞത്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, രക്ഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ലോകത്തോട് അനുരൂപരാകാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞു, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയൽവക്കക്കാരനെയും നമുക്ക് ഇന്നലെ വരെ എതിര് നിന്നവനെയും നമ്മൾ സ്നേഹിച്ചേ പറ്റത്തുള്ളൂ. കാര്യം യേശുവിൻ്റെ കൂടെ ജീവിക്കുമ്പം യേശുവിൻ്റെ സ്വഭാവം അങ്ങനെയാണ്, എല്ലാവരെയും സ്നേഹിക്കുന്ന സ്വഭാവം. അപ്പൊ യേശുവിന്റെ മണവാട്ടി സഭയെന്ന് പറഞ്ഞാൽ എല്ലാവരെയും സ്നേഹിക്കുന്നവരാ. നമ്മളിപ്പോൾ അയൽവക്കക്കാരുടെ മുഖത്തും വഴക്കും ഉണ്ടാക്കി അടി ഉണ്ടാക്കി ഞങ്ങൾ വലിയ പ്രാർത്ഥനക്കാരാന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമൊന്നുമില്ല. അവർ വിശ്വസിക്കും അപ്പൊ യേശു ഇങ്ങനെയുള്ള ആളാന്ന് അവർ ചിന്തിക്കുന്നത്. മനസ്സിലായോ? ഞാൻ യേശുവിന്റെ ശരീരമാകുന്ന മണവാട്ടിയാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ സ്വഭാവത്തിൽ യേശുക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുത്തണം. എങ്ങനെ? പരിശുദ്ധാത്മാവിന്റെ ഫലം. ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മുമ്പ് ഈ വകക്കാരായിരുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലതും എനിക്ക് പ്രയോജനമില്ല. നോക്കി, എനിക്കും വേണേ കള്ളനാകാം, എനിക്കും വേണേ അത്യാഗ്രഹിയാകാം,
എനിക്കും വേണമെങ്കിൽ മദ്യപിക്കാം, എനിക്കും വേണമെങ്കിൽ വാവിഷ്ടക്കാരനാകാം, എനിക്കും വേണമെങ്കിൽ പിടിച്ചുപറിക്കാരനാകാം, എനിക്കും വേണമെങ്കിൽ ഇതെല്ലാം ചെയ്യാം. ഞാൻ അതാ പറഞ്ഞത്. വിവാഹം നിശ്ചയിച്ച ഒരു പെണ്ണോ ചെറുക്കനോ ഏതെങ്കിലും ഒരു പെണ്ണ് വന്നിട്ട് കൈ കാണിച്ചു കഴിഞ്ഞാൽ വാ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞാൽ ചെറുക്കൻ പറയും സോറി ഞാൻ വിവാഹം നിശ്ചയിച്ചിരിക്കട്ടെ, 10-ാം തീയതി കല്യാണമാ. ഇനി പെണ്ണിനോട് വന്നിട്ട് പറയുക ദേ ഇതിനേക്കാൾ നല്ല ചെറുക്കനുണ്ട് നമുക്ക് അവിടെ പോയേക്കാം എന്ന് ചെറുക്കൻ വന്ന് വിളിച്ച പെണ്ണ് എന്നാ പറയും? പറ, 10-ാം തീയതി എന്നാ ഉള്ളത്? എന്റെ കല്യാണമാണ്. ആ കണ്ടോ. അതുകൊണ്ട് പൗലോസ്ലീഹ പറയും എനിക്ക് വേണമെങ്കിൽ സകലത്തിലും കർത്തവ്യമുണ്ട്. എനിക്ക് വേണമെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് മദ്യപിച്ച് വെറിക്കൂത്തുകാരനെ പോലെ ലോകത്തിൽ ജീവിക്കുന്ന വ്യക്തിയെ പോലെ തല്ലി ഉണ്ടാക്കി വഴക്കും ഉണ്ടാക്കി ജീവിക്കാം. പക്ഷേ പൗലോസ് പറഞ്ഞു ഞാൻ സകലത്തിൽ എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും യാതൊന്നിനും ഞാൻ അധീരനല്ല. എനിക്ക് തന്നെ ഒരു ബോധ്യമുണ്ട്, അല്ല ഞാൻ ഈ ലോകത്തിനുള്ളവനല്ല, ഞാൻ യേശുവിന്റെ കൂടെ ചേരുന്നവനാ. ഇതാണ് സഭയുടെ മർമ്മം. അല്ലാതെ നമ്മൾ ഇതിനെ പേടിച്ച് ജീവിക്കേണ്ടതൊന്നുമല്ല. നമ്മൾ പേടിച്ച് ജീവിക്കേണ്ടവരല്ല നമ്മൾ. പകരം എനിക്കിത് വേണ്ട. പക്ഷെ പിശാച് എന്ത് ചെയ്യുന്ന അറിയാം, നമുക്കത് ടെൻഡൻസി കൊണ്ടുവരും. അതാണ് ജഡ സ്വഭാവങ്ങൾ. ചിലർക്ക് പറയും ബ്രദർ എനിക്ക് പാപത്തെ ജയിക്കാൻ പറ്റുന്നില്ല, പാപ സ്വഭാവത്തെ ജയിക്കാൻ പറ്റുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയാണ് നമ്മൾ ഈ കാര്യം മറന്നു പോകരുത്. അവിടെയാണ് നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന ദാനം നമ്മുടെ ഹൃദയത്തിൽ തന്നെ. അപ്പൊ പരിശുദ്ധാത്മാവ് ഉണ്ട് അവിടെ. യേശുവിൽ നിന്ന് ഞാൻ മാറിപ്പോകുവാൻ എന്നെ ലോകം ആകർഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ യേശുവിനോട് എന്നെ അടുപ്പിക്കണമേ. ഈ പാപ സ്വഭാവത്തിൽ നിന്നും എനിക്ക് ഓവർകം ചെയ്യാൻ കഴിയാത്ത രഹസ്യ പാപത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് എന്നെ രക്ഷിക്കണമേ എന്ന് എന്ത് ചെയ്യണം? എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് സഭയുടെ പ്രാർത്ഥന. എപ്പോഴും ഓർത്തോണം, നമ്മൾ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ പോകരുത്. പലരും അറിയാം, ചിലർ ഭയങ്കര ദേഷ്യമുള്ളവർ. അവർ ദേഷ്യം മാറാൻ വേണ്ടി ഇടുന്നറിയാവോ, ദേഷ്യം മാറാൻ വേണ്ടി കുരുമുളക് കടിക്കുന്നവരുണ്ട്. ഭയങ്കര ദേഷ്യം വരും, വിശ്വാസികളാ. അപ്പൊ ദേഷ്യം വരാതിരിക്കാൻ വേണ്ടി രക്തം ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കുരുമുളക് കടിക്കും, വായിൽ നിന്നും വരാതിരിക്കുക. എരിവ് കൊണ്ട് എന്ത് ചെയ്യും? എന്നാൽ എരിവ് പോകുമ്പോൾ പിന്നെയും ദേഷ്യം വരും. എൻ്റെ പ്രിയരെ, എന്നെ എളുപ്പമാ. പരിശുദ്ധാത്മാവ് എനിക്ക് ഈ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആ സഹോദരയുടെ കുറ്റം പറയാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങ് പറഞ്ഞു പോകുക. എന്നെ ചെയ്യാനാ? എനിക്ക് ആ ദൈവദാസന്മാരുടെ കുറ്റം പറയാതിരിക്കാൻ പറ്റുന്നില്ല ബ്രദറെ. എനിക്ക് നിഖിൽ ബ്രദറിനെ പറ്റി അപവാദം പറയാതിരിക്കാൻ പറ്റുന്നില്ല. എനിക്കറിയാം ഇത് തെറ്റാ. കാര്യം യേശുവിന്റെ മണവാട്ടി ഇത് ചെയ്യാൻ പാടില്ല. പക്ഷെ എൻ്റെ അകത്ത് ഇങ്ങനൊരു ചിന്ത വരുമ്പോൾ അവിടെയാണ് പരിശുദ്ധാത്മാവ് എന്റെ നാവിനെ കടിഞ്ഞാടണമേ, പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവെ എന്നെ ഹെൽപ്പ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാൻ എന്നെ അതിനുവേണ്ടിയാ പരിശുദ്ധാത്മാവിന്റെ മുദ്ര വന്നിരിക്കുന്നത്. ആ വാക്കുകൊണ്ട് മുദ്ര. ഈ മുദ്രയാണ്, ഈ മുദ്രയായ പരിശുദ്ധാത്മാവാണ് അതിൽ അവർക്ക് അഭിഷേകം ചെയ്തിരിക്കുന്നത്. അപ്പൊ അഭിഷേകത്തെ ഉപയോഗിക്കണം. ലോക ജീവിതത്തിൽ തളർന്നു പോകുമ്പോൾ അഭിഷേകത്താൽ എന്നെ നിർത്തണേ പരിശുദ്ധാത്മാവ് എന്ന് പറയണം. ചിലപ്പോൾ അച്ചായൻ നമ്മളെ വന്ന് തോണ്ടും, അല്ലെങ്കിൽ ഭാര്യ വന്ന് തോണ്ടും, മക്കൾ നമ്മളെ തോണ്ടും. ഇത്ര നാളും പ്രാർത്ഥിച്ചിട്ട് എന്നാ കിട്ടി? തളർന്നു പോകരുതേ. യേശുവായിട്ട് ചേർന്ന മണവാട്ടിയാണ് നിങ്ങൾ. ചോദ്യങ്ങൾ ഒത്തിരി വരുമ്പോഴേക്കും പരിശുദ്ധാത്മാവേ അങ്ങനെ സാക്ഷിയാക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ അങ്ങനെ സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ അകത്തുണ്ടാകണം. അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥ മാനസാന്തരം. ഇപ്പൊ അനുദിനം നമ്മൾ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക, അറിയാവോ? അനുദിനം. ഇപ്പൊ ഞാനെല്ലാം തികഞ്ഞ വ്യക്തിയാണ്. നിങ്ങൾ പറയാം ബ്രദർ എന്നാ മനുഷ്യനാ, എല്ലാം തികഞ്ഞിരിക്കുന്നു, എന്നാ കുഴപ്പം. ഞാനും അനുദിനം മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. അനുദിനം നമ്മൾ മാനസാന്തരപ്പെടുക പ്രിയരെ. നമ്മൾ ആരും, ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മൾ ആരെങ്കിലും ചിലർ പറയും ബ്രദർ എനിക്ക് ഈ ഒത്തിരി ആൾക്കാർ പറയും എനിക്ക് അനാവശ്യമായിട്ടുള്ള പാപചിന്തകൾ എന്നിലേക്ക് വരുന്നു. രക്ഷിക്കപ്പെട്ടതാണ് ഞാൻ, സ്നാനപ്പെട്ടതാണ് ഞാൻ, യേശുവിലേക്ക് വന്നയാളാണ് ഞാൻ, എനിക്ക് പലതിനെയും ജയിക്കാൻ പറ്റുന്നില്ല, അതിനുവേണ്ടി ഞാൻ ഉപവസിക്കുവാണ്, അതിനുവേണ്ടി ഞാൻ അങ്ങ് സ്ട്രഗിൾ ചെയ്യുവാണ്, ഞാൻ ഉപവാസം തെറ്റാന്ന്, പ്രാർത്ഥന തെറ്റാന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ അനുദിനം ഞാൻ സ്ട്രഗിൾ ചെയ്യുവാന്ന് പലരും പറയുമ്പോൾ അവിടെയാണ് പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കണം. എൻ്റെ കൂടെ പറഞ്ഞ പരിശുദ്ധാത്മാവേ എന്ന് പറ. പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണം. ഇനി ഒരു ചോദ്യം, ചില വിഷയങ്ങൾ എനിക്ക് പറഞ്ഞു തരാം. ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ശരിയാകുന്നില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞില്ല, അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. പറ, അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ടെന്ന് പറ. പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ ആ കാരണം നമുക്ക് കാണാൻ പറ്റുമോ?
അതിന്റെ ഇല്ല. പിന്നില് ഇല്ല. ഞാൻ ഇന്നാള് പറഞ്ഞതുപോലെ ആ യേശു ഗെനസരത്ത് എന്ന സമയത്തിലേക്കും 6000 ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ വരുക. ഭാര്യയും മക്കളും അവിടെയുള്ള എൻ്റെ മെന്റൽ ഹോസ്പിറ്റലിലും പോയി കറണ്ടടിപ്പിച്ചു, മരുന്ന് കൊടുത്തു, അത് കൊടുത്തു, ജങ്ങലൊക്കെ ഇട്ടു. ഒരു രക്ഷയില്ല. അച്ചായന്റെ ഭ്രാന്ത് മാറുന്നില്ല. കണ്ടോ? എന്തോരം മരുന്ന് കൊടുത്തു, എന്തോരം ഷോക്ക് അടിപ്പിച്ചു, എന്തോരം ഡോക്ടർമാരെ കണ്ടു, എന്തോരം ട്രീറ്റ്മെന്റ് എടുത്തു. പക്ഷേ യേശു ആ കിണറ്റിന് കാല് കുത്തിയപ്പോ തന്നെ 6000 ഭൂതം കണ്ടോ. അപ്പൊ ഭൂതമാണ് ഈ പുള്ളിയെ മാനസിക രോഗിയാക്കിയത്. കാരണം പിടിച്ചത് കണ്ടോ. ഈ ഭൂതം പോയപ്പോൾ അച്ചായ മനസാന്തരപ്പെട്ടു. ഉടനെ എനിക്ക് പ്രാർത്ഥനയ്ക്ക് വരണം, യേശുവിന്റെ പുറകെ ഓടണം. ഉടനെ പുള്ളി ആക്റ്റീവായി. യേശു പറഞ്ഞു, ആദ്യം നീ വീട്ടിൽ പോയി സാക്ഷ്യം പറ. എന്നിട്ട് പട്ടണത്തിൽ പോയിട്ട് ആര് നിനക്ക് വേണ്ടി ചെയ്ത് ആദ്യം പറ. കണ്ടോ. അപ്പൊ നമുക്കറിയത്തില്ല ഇതിന്റെ പിന്നിലെ കാരണം. അവിടെയാണ് പരിശുദ്ധാത്മാവെ ഇത്ര പ്രാർത്ഥിച്ചിട്ടും കർത്താവെ ഇതെന്നെ ശരിയാകാത്തത്, ഇതിന്റെ പിന്നിൽ എന്താണോ പരിശുദ്ധാത്മാവ് അതിനെ നീക്കി എനിക്ക് ഈ വിഷയത്തിന്റെ മേൽ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ എന്ന് അനുദിനം പറയണം. നിങ്ങൾ യേശുവിന്റെ മണവാട്ടി സഭയാണ്. നിങ്ങളെ സൂക്ഷിക്കേണ്ടതിനും നിങ്ങളെ പരിപാലിക്കേണ്ടതിനും നിങ്ങളെ നടത്തേണ്ടതിനുമാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. യേശു ക്രിസ്തു. നോക്കിക്ക് ആ വാക്കുകൊണ്ടോ, നിങ്ങൾക്ക് ആ 2 കൊരിന്ത്യയിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും. നിങ്ങളും മുമ്പേ ഈ വകക്കാരായിരുന്നു. നിങ്ങളെ തന്നെ എന്ത് ചെയ്തു? ചിലർ ഈ വകക്കാരെങ്കിലും നിങ്ങളെ തന്നെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലായാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരിച്ചു, നീതീകരണം പ്രാപിച്ചിരിക്കുന്നു. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോഴേക്ക് നമ്മുടെ വാക്യമുണ്ട്, ആകയാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചോ നമ്മെ ദൈവശക്തിയിൽ ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരത്തിൽ ക്രിസ്തുവിന്റെ അവയവമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാനെടുത്ത് വേശ്യയുടെ അവയവങ്ങളുമായി ഒരു നാളും ആക്കരുത്. ആ വാക്കുണ്ടോ? അവളുമായി പറ്റിച്ചേർന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് അറിയുന്നില്ലയോ? അതാണ് ലോകത്തെ കാണിക്കുന്നതാണിത്. ലോകത്തോട് രക്ഷിക്കപ്പെടാൻ അനുരൂപരാകരുത്. അടുത്ത വാക്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ദൈവത്തെ മാമോനെ ഒരേപോലെ സേവിക്കാൻ പോരുത്. ഇപ്പൊ ഞാൻ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് സ്നാനപ്പെട്ടിട്ട് ഞാൻ നാളെ സാത്താനെ ആരാധിക്കാൻ പോകുന്ന ഞായറാഴ്ച പള്ളിയിലും വരുന്നു, തിങ്കളാഴ്ച ഞാൻ സാത്താനെ ആരാധിക്കാൻ പോകുന്നു, അവിടെയും പോകുന്നു, ഇവിടെയും പോകുന്നു. ഇത് ബൈബിൾ പറഞ്ഞ വാക്കുകൊണ്ടോ? വായിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ഞാൻ ആ വാക്ക് വായിക്കുന്നില്ല. 16-ാം വാക്യം ഒന്ന് വായിക്കാൻ പറ്റുമോ? ഒന്ന് വായിക്കാൻ പറ്റും. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 16. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകും നിങ്ങൾ അറിയുന്നില്ലയോ? കണ്ടോ? ഇരുവരും ഒരു ദേഹമായി തീരുന്നു. അപ്പൊ ഇതാണ് രക്ഷിക്കപ്പെട്ടവൻ ലോകവുമായിട്ട് ചേർന്നുള്ള പ്രശ്നം. ഇതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞ മനസ്സാന്തരപ്പെട്ടിട്ട് വേണം സ്നാനപ്പെടാൻ. ഓടി വന്ന് സ്നാനപ്പെടരുത്, സൂക്ഷിക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഈ ലോകത്ത് നിങ്ങൾ എന്ത് ചെയ്യുവാണ്? അത് തമ്മിൽ ഒരു ശരീരമായി തീരും. യേശുവുമായിട്ട് ചേരാൻ കഴിയത്തില്ല. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. അടുത്ത വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന ശരീരം നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. കണ്ടോ? യേശുവിന്റെ മണവാട്ടിനെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ഹല്ലേലൂയ. വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നിങ്ങൾക്കുള്ളവരല്ല നമ്മുടെ ശരീരം. അപ്പൊ ഈ ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി വരുന്ന സമയത്ത് രക്ഷിക്കപ്പെട്ട മാനസാന്തരപ്പെട്ട വ്യക്തികളെ യേശു എന്തെങ്കിലും പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ട്. ഹൃദയത്തിൽ ഇങ്ങനെ തകരുന്ന ഭാരത്തിരിക്കുമ്പം പരിശുദ്ധാത്മാവ് ഉണ്ട്. പരിശുദ്ധാത്മാവ് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവെ, ഞാൻ പ്രാർത്ഥിച്ചിട്ടും പറഞ്ഞിട്ടും ഒന്നും പരിശുദ്ധാത്മാവെ എനിക്കിതിൻ്റെ കാരണം അറിയുന്നില്ല, ഇത് മാറിപ്പോകുന്നില്ല. പരിശുദ്ധാത്മാവെ, എന്നെ ഹെൽപ്പ് ചെയ്യണമേ, എന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവെ, അങ്ങ് എന്നെ സഹായിക്കാനുള്ള എൻ്റെ സഹായകനാണല്ലോ. ധൈര്യത്തോടെ പറഞ്ഞു. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ദൈവാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യും. ദൈവാത്മാവ് നമ്മളെ നടത്തും. ആമേൻ. തുടർമാനമായി നമുക്ക് പിന്നെയും കേൾക്കാവേ. ആത്മമണവാട്ടി, ആത്മമണവാളൻ. അപ്പൊ ഇതാണ് രക്ഷയുടെ സന്തോഷം. നമുക്കറിയാം, വിവാഹം നിശ്ചയിച്ച ഒരു പെൺകുട്ടി ചെറുക്കനും പെണ്ണും കണ്ട് ഇഷ്ടപ്പെട്ട് അവർക്ക് ഭയങ്കര അവരുടെ മുഖത്ത് തന്നെ കാണാൻ പറ്റുമല്ലോ. കല്യാണമൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു സന്തോഷം കണ്ടിട്ടുണ്ടോ? നിർബന്ധ കല്യാണമല്ല, ഈ നിർബന്ധ സ്നാനമുള്ളവർക്കാണ് സന്തോഷമില്ലാത്ത. വിശ്വാസിയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം, ഒരു സന്തോഷമില്ല. എപ്പോഴും ബ്രദറെ, പരാതിയാ. വാരണ്ടായ ചില വരത്തില്ലേ, ഇങ്ങോട്ട് വാരണ്ടായിരുന്നു, അവിടെ നിന്നാ മതിയായിരുന്നു. എവിടെ? ലോകത്തിൽ. ഇവിടെ വന്നപ്പം മുതൽ ഈ പ്രശ്നങ്ങളാ. ഒരു സന്തോഷമില്ലെന്നേ. അതിൻ്റെ അർത്ഥം നിർബന്ധിച്ച് കല്യാണം നടത്തുന്ന എല്ലാം സന്തോഷമില്ല. യേശുവിനെ കണ്ടു വന്നാൽ എന്ത് വന്നാലും സന്തോഷമാണ്.
കല്യാണം നിശ്ചയിച്ച ഒരു പെൺകുട്ടിയുടെ മുഖം കാണുമ്പോൾ തന്നെ, ചെറുക്കൻ്റെ മുഖം കാണുമ്പോൾ നമ്മൾ പറയത്തില്ലേ, ഭയങ്കര സന്തോഷമാണല്ലോ, എന്നെ കല്യാണം വല്ലതും ആയോ, കണ്ടോ, നമ്മൾ ചോദിക്കത്തില്ലേ? ആ മുഖം കാണുമ്പോൾ തന്നെ അറിയാം. ഇതേപോലെ വിശ്വാസിയെ കാണുമ്പോൾ ലോകത്തിൻ്റെ ആൾക്കാർ എങ്ങനെ കല്യാണം വല്ലതും കഴിഞ്ഞു പറയണം, അതെ, ഞാൻ യേശുവിനോട് കൂടെ ചേർന്നിരിക്കുന്നു, എൻ്റെ സന്തോഷം പൂർണ്ണമായിരിക്കുന്നു, എൻ്റെ ആത്മമണവാളൻ എന്നെ ചേർക്കാൻ വേണ്ടി വേഗം വരും, ഞാനിപ്പോൾ ഒരുങ്ങുക, എനിക്ക് അതുകൊണ്ട് ലോകത്തോട് എന്നെ ഒരുവൻ ആകണ്ട. ഇപ്പൊ മനസ്സിലായോ? ഈ സന്തോഷത്തിൽ നിന്നുണ്ടാകുന്ന മാനസാന്തരമാണ്. അപ്പം പാപ സ്വഭാവങ്ങൾ വരും നമ്മളിൽ, പാപ ചിന്തകൾ വരും. ഇതൊന്നും ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ചിലർ പറയും, ചില ആൾക്കാർ പറയും, അയ്യോ രക്ഷിക്കപ്പെട്ടിട്ട് നിങ്ങളുടെ അകത്ത് വരുന്നുണ്ടെങ്കിൽ അയ്യോ നിങ്ങൾ അതാണ്. ഒന്നുമല്ല പ്രിയരെ, നമുക്ക് ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകം നമ്മളെ പുറകോട്ട് വലിക്കാൻ നോക്കും, ഈ ലോകത്തോട് അനുരൂപരാകാൻ വേണ്ടി നമ്മളെ നോക്കും. ഞാൻ എപ്പോഴും പറഞ്ഞു, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലാണ് നിൽക്കുന്നത്, ഭൂമിയിലാണ്. ഉയരത്തിൽ ഇരുത്തിയിരിക്കുകയാണെങ്കിലും നമ്മുടെ ശരീരം മൊത്തവും മനസ്സും എല്ലാം ഭൂമിയിലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. ഇവിടെ നമുക്ക് അറ്റാക്കുകൾ ഉണ്ടാകും, സ്പിരിച്വൽ അറ്റാക്കുകൾ ഉണ്ടാകും, നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ചിന്തയ്ക്കകത്തുണ്ടാകും. അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പാപചിന്ത വരുമ്പോൾ, ജയിക്കാൻ പറ്റാത്ത പാപ സ്വഭാവം വരുമ്പോൾ അതിനെ ജയിക്കാൻ നോക്കരുത്. അവിടെ നിങ്ങൾ അതിനെ മാനുഷിക ബുദ്ധി ജയിക്കാൻ നോക്കാതെ, പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല, ഹെൽപ്പ് ചെയ്യണം. എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഒരു പാപ സ്വഭാവം എന്നിൽ പൊങ്ങി വരികയാണ്, എന്നെ ഹെൽപ്പ് ചെയ്യണം. കണ്ടോ? കാര്യം എൻ്റെ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ ഞാനല്ല, പരിശുദ്ധാത്മാവ്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെ ഉടമസ്ഥൻ പരിശുദ്ധ ആത്മാവാന്ന് പറയാം. 2 കൊരിന്ത്യർ 6:19 പ്രകാരം പറയുന്നത്. ശരീരത്തിന്റെയും ആത്മാവിന്റെയും ഇതിന്റെ ഉടമസ്ഥൻ പരിശുദ്ധാത്മാവാണ്. ഇതിന്റെ ഉടമസ്ഥൻ പരിശുദ്ധ ആത്മാവാണ്. ഇത് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട ശരീരമാണിത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സഹായിക്കാൻ പോകണ്ട, പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചോളും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച്, ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവരെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരെ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, കർത്താവിൻ്റെ വലിയൊരു മഹത്വം വെളിപ്പെടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ യേശുവേ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഓ ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. 1986 മാർച്ച് മാസത്തിൽ ജനിച്ച വ്യക്തി ആരാ? ഇന്ന് ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ അകത്ത് എൻ്റെ ഉള്ളത്തിൽ തമ്പുരാൻ പറയും, ഒരു മുറിവ് ഇന്ന് ഉണങ്ങുക. 1986 മാർച്ച് മാസത്തിൽ ജനിച്ച വ്യക്തി ആരാണ്? ഓ യേശു, ഇന്ന് ഹൃദയത്തിൻ്റെ അകത്ത് ആ മുറിവ് ഇന്ന് ഉണങ്ങുക യേശുവിൻ്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് വെളിപ്പെടുക. ഹൃദയത്തിനേറ്റ മുറിവ് നിമിത്തം ആ ഒരു സ്വസ്ഥത കിട്ടുന്നു. എൻ്റെ ഉള്ളിൽ തമ്പുരാൻ പറയും, ആ സ്വസ്ഥതയില്ലാതെ ഓ യേശുവേ ഇന്ന് ഭാരപ്പെടുന്ന ഒരു അവസ്ഥ കേട്ടോ. കർത്താവ് ഇന്ന് ദൈവത്തിന്റെ സമാധാനത്തെ തമ്പുരാൻ നൽകുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഉള്ളത്തിൽ അങ്ങ് നിറയണമേ എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു ആത്മസന്തോഷം. ഞാൻ അനുഗ്രഹിക്കുന്നപ്പ മകന്റെ മേൽ അഭിഷേകത്താൽ നിറയട്ടെ, മുഖങ്ങൾ ഒടിയട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളത്തിൽ. ഞാൻ പറഞ്ഞില്ല, ഒരു വിശ്വാസിയുടെ മുഖം കണ്ടാൽ ആൾക്കാർക്ക് മനസ്സിലാക്കണം, എന്നാ ഈ സന്തോഷം, ലോട്ടറി വല്ലതും അടിച്ചു, എന്നെ സന്തോഷം, എന്നെ പറ്റി പറയണം, യേശുവുമായി ചേർന്നിരിക്കുന്നു. ആത്മസന്തോഷം നമ്മൾ പാടുന്നത്, ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ആത്മമാരി കൊണ്ട് നമ്മൾ പാട്ടൊക്കെ പാടത്തില്ലേ? ഇതൊക്കെ വെറുതെ പാടാനുള്ളതല്ല, ഇതൊക്കെ അനുഭവത്തിൽ നിന്നുണ്ടാകുന്ന പാട്ടുകളാ. യേശുവിന്റെ കൂടെ ചേരുവാൻ നാം സ്നാനമേറ്റിരിക്കുന്നു. കണ്ടോ? അപ്പൊ സ്നാനമേറ്റവർ അഭിമാനിക്കണം, ഞാൻ രക്ഷിക്കപ്പെട്ടയാളാ. പെന്തക്കോസുകാരനാകുവാണോ? അല്ല. ക്രിസ്ത്യാനി ആകുവാണോ? അല്ല. ഏതെങ്കിലും സഭയുമായിട്ട് ചേരുവാണോ? അല്ല. യേശുവിനോട് ചേർന്നിരിക്കുന്നു. എന്നാൽ സഭകൾ നമ്മളെ പഠിപ്പിക്കുന്നതേ ഉള്ളൂ. അവർ നമുക്ക് വിലപ്പെടും. എല്ലാ സഭകളും, വിശ്വാസത്തിൽ ബലപ്പെടുത്തുന്ന എല്ലാ സഭകളും വിലപ്പെട്ടതാണ്. കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഈ ദിവസങ്ങളിൽ എൻ്റെ ഉള്ളത്തിൽ നിയോഗം വന്നു കേട്ടോ. നിങ്ങൾ ദൈവദാസന്മാർക്കും പ്രവാചകന്മാർക്കും ശുശ്രൂഷകന്മാർക്കും എല്ലാ കർത്താവിൻ്റെ എല്ലാ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ബ്രദറിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെ സഹായിക്കുന്ന അജസ്റ്ററുണ്ട്, വർഗീസ് ബ്രദറുണ്ട്, അവർ സഹോദരങ്ങൾ എല്ലാവർക്കും വേണ്ടി, അവർ കുടുംബത്തിന് വേണ്ടിയൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് അവരെ ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ ദൈവദാസന്മാരോട് ഇങ്ങനെ പറയണം, കർത്താവേ അവരെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം ശക്തമായിട്ട്. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കും. ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. ഇത് പോരെ കർത്താവേ, ശക്തമായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിൽ ഉപയോഗിക്കപ്പെടണം. ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ജീസസ്,
യേശുവേ, ജീന എന്ന് പറയുന്ന ഒരു തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് ജീനയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുടുംബത്തിന്റെ മേൽ 7 വർഷമായി നിൽക്കുന്ന ഒരു പ്രതിസന്ധി ഇന്ന് യേശുവിന്റെ നാമത്തിൽ അഴിയുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ജീന എന്ന പേരകം കാണുന്നത്, ജീന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ കുടുംബവുമായിട്ട് ജീനയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ആ ജീനയുടെ ഭവനത്തിലുമായി ബന്ധപ്പെട്ട് നടക്കാൻ വേണ്ടി പോവാം. യേശുവേ, ഇന്ന് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ഏറ്റെടുത്തോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാം. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. പറഞ്ഞു. ബ്രദറെ, മോൻ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന മോളാ. അത് 2 വർഷമായുള്ളൂ വിവാഹം കഴിച്ചോണ്ട് വന്നിട്ട്. 7 വർഷമായിട്ട് പ്രിയ, പേര് 7 വർഷമായിട്ട് ഇപ്പൊ മോള് വീട്ടിലാണോ അതോ ജോലി സ്ഥലത്ത് വല്ലാണോ? ഓസ്ട്രേലിയയില. ആ മകളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് 7 വർഷത്തിൽ ഒരു കണക്ക് കർത്താവിനെ കാണി. നമ്മൾ വിവാഹം കഴിച്ച് 2 വർഷമായി അല്ലേ വീട്ടിൽ വന്നിട്ട്? ഈ ജീനയുമായി 2 വർഷം ആകുന്നുള്ളൂ. പക്ഷെ ഈ വിഷയം 7 വർഷം മുമ്പ് തുടങ്ങിയത് ജീനയുമായിട്ട് ബന്ധപ്പെട്ട്. ഓ ജീസസ്, അത് യേശുവിന്റെ നാമത്തിൽ നിന്ന് തമ്പുരാൻ തൊടുക. ഈ സെപ്റ്റംബർ മാസമായിട്ട് എന്തെങ്കിലും ആ കുടുംബത്തിന് കണക്ഷൻ ഉള്ളതായിട്ട് അറിയാവോ? ജീനോട് സെപ്റ്റംബർ മാസവുമായിട്ട് ചോദിക്കണം യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കാൻ വേണ്ടി 7 വർഷമായി നിന്നത് കേട്ടോ. ജീനോട് ചോദിക്കണേ, സെപ്റ്റംബർ മാസവുമായിട്ട് ബന്ധമുള്ളത് ആരാന്ന് ചോദിക്കണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം. കൂടുന്നുണ്ടായിരുന്നു പ്രാർത്ഥനയ്ക്ക്. മമ്മി ഇതിനകത്ത് എല്ലാ ദിവസവും ഉണ്ട്. ചോദിക്കണം. സെപ്റ്റംബർ മാസം ഞാൻ എടുത്തു കാണിക്കുക. അങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി ആ കുടുംബവുമായിട്ട് കണക്ട് ചെയ്ത് ഇന്ന് 7 വർഷത്തിന്റെ പുറകിൽ നിന്നൊരു പ്രശ്നത്തെ തമ്പുരാൻ തൊടുവാണ്. അതിന്റെ നിമിത്തമുണ്ടായ ചില വാങ്ങലുകൾ ഭവനത്തിൽ പല വ്യക്തികളുടെ മേൽ, അവരുടെ ശരീരത്തിന്റെ മേൽ നിന്ന് കയറിക്കൂടിയത് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ശക്തിയാൽ ഇറങ്ങിപ്പോവുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് കുടുംബത്തിന്റെ സമൃദ്ധി അങ്ങ് സ്വീകരിച്ച്. സമൃദ്ധി എന്ന് പറഞ്ഞാൽ ഫിനാൻസ് മാത്രമല്ല, എല്ലാ മേഖലയിലും സമാധാനം, സന്തോഷം, അനുഗ്രഹങ്ങൾ, എല്ലാ മേഖലയിലും സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടി വഴികൾ തുറക്കും. ശരീരത്തിന്റെ മേൽ വ്യത്യാസങ്ങൾ കാണും, നന്മ തുറക്കും. എല്ലാ മേഖലയിലും ഒരു ഫലം കായ്ക്കുന്ന ഭവനമായി തീരാൻ വേണ്ടി പോവാ. ഓ യേശുവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ പറഞ്ഞ് സ്വീകരിച്ച സിസ്റ്ററെ, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി സ്വീകരിച്ച്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. ഓ ഹല്ലേലൂയ. യേശുവേ, ഒരു കൃഷ്ണപ്രഭ എന്ന് പറയുന്ന ഒരു പേരെന്റെ മനസ്സിലേക്ക് വരും. കൃഷ്ണപ്രഭ. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി എൻ്റെ ഉള്ളത്തിൽ പ്രാർത്ഥിപ്പാൻ ഒരു നിയോഗം കർത്താവില്ല. കൃഷ്ണപ്രഭ എന്ന് പറയുന്ന ഒരു പേരുള്ള ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തെ കാണിച്ചുകൊണ്ടിരിക്കുക. കൃഷ്ണപ്രഭ. ആ കുടുംബവുമായിട്ട് കണക്ട് ചെയ്ത് ആ കുടുംബത്തിന്റെ അകത്തൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു നിയോഗത്തെ കർത്താവ് ഒരുക്കുക. ഓ ജീസസ്. കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുവാൻ, ആ തകർച്ചയിൽ നിന്ന് പിടിച്ചുയർത്തുവാൻ ദൈവം ഇന്നൊരു വ്യക്തിയെ ഒരുക്കുവാണ്. ആ കൃഷ്ണപ്രഭയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തികൾക്ക് വേണ്ടി സ്വർഗം നിങ്ങളെ ഒരുക്കാൻ വേണ്ടി പോവാം. ഓ ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നത് റിലീസ് ചെയ്യുന്നപ്പ കർത്താവെ, ആ കുടുംബത്തിന്റെ മേൽ അഭിഷേകത്തിന്റെ ശക്തി അങ്ങ് അയക്കുന്നല്ലോ. എൻ്റെ യേശുവെ, കൃപ പെരുകുന്നല്ലോ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നപ്പ ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ കുടുംബം സ്വീകരിച്ചോണേ. മ്യൂട്ട് മാറ്റി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അന്തരീക്ഷത്തിന്റെ കുടുംബത്തിൽ ഉള്ളതെങ്കിൽ പറയുക, ഇല്ല എങ്കിൽ അത് ഏറ്റെടുത്തോണം. കർത്താവിന്റെ വലിയ പ്രവൃത്തി ഉണ്ടാകുക. ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. തകർച്ചയിൽ നിന്ന് തമ്പുരാൻ പണിതെടുക്കുക. അതോടൊപ്പം തന്നെ ഈ പുരുഷോ, എനിക്ക് ആ പേര് പൂർണ്ണമായിട്ട് മാറുന്നില്ല, പുരുഷോത്തമൻ, അങ്ങനെ ഒരു പുരുഷൻ കൂട്ടിയുള്ള പേരിന്റെ ആദ്യം വരുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ഞാൻ പുരുഷോത്തമൻ ആണോ അതോ പുരുഷൻ, ആ ഒരു പേരിൽ, ഈ പറയുന്ന പുരുഷൻ എന്ന് പറയുന്ന പേരിൽ തുടങ്ങുന്ന ഒരു പിതാവിന്റെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഇന്ന് ആ ഭവനം
യേശുവിന്റെ നാമത്തിൽ എൻ്റെ ഉള്ളത്തിൽ തമ്പുരാൻ പറയും, നിന്നയ്ക്കകത്തുനിന്നും കർത്താവ് നിന്ന തുടച്ചു മാറ്റി, പരിഹാസങ്ങളെ എടുത്തു മാറ്റി, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഭവനത്തെ ദൈവം ഒരുക്കാൻ വേണ്ടി പോവാന്നാ പറയുന്നത്. ഇന്ന് ആ ഭവനത്തിന് ബ്രദർ വേണ്ടി പറഞ്ഞു. ബ്രദർ എന്റെ മോളെ ഭർത്താവിന്റെ അച്ഛന്റെ പേര് പുരുഷോത്തമൻ എന്നാ. പുരുഷോത്തമന്ന ഇന്ന് തമ്പുരാൻ പറഞ്ഞു, നിന്ന് തുടച്ചു നീക്കി, ലജ്ജകളെ എടുത്തു മാറ്റി, കർത്താവ് ആ കുടുംബത്തിന്റെ മേൽ സമാധാനത്തെ തമ്പുരാൻ കൊണ്ടുവരാൻ വേണ്ടി പോകട്ടോ. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചു. കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം അയക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണേ. കർത്താവെ, ഞങ്ങളുടെ വലിയ കൃപ വെളിപ്പെടുന്നല്ലോ, വലിയ കൃപ വെളിപ്പെടുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു, യേശുവേ അങ്ങയുടെ പരിശുദ്ധാത്മാവേ എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ച. പരിശുദ്ധാത്മാവേ, ഇനി ഈ ദിവസങ്ങളിൽ വലിയ കാര്യം ഞാൻ പറയുകയാണ്. മനസാന്തരപ്പെട്ടവരാണ് സ്നാനപ്പെടേണ്ടത്. ചാടി വന്ന് വെള്ളത്തിൽ ചാടരുത്. സ്നാനപ്പെട്ടതിന് പിന്നെയും സാത്താന്റെ ആരാധനയ്ക്ക് പോയി. ഞാൻ പറഞ്ഞല്ലോ, ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തെ മാമോനെ ഒരേപോലെ സേവിക്കാൻ വേണ്ടി സ്നാനപ്പെടരുത്, അപകടമാണ്. യേശുവുമായൊരു ബന്ധം വേണം, കർത്താവിനോടൊരു സ്നേഹം വേണം. ഞാൻ പറഞ്ഞില്ല, പലപ്പോഴും സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുന്ന ആൾക്കാരോട് ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾക്ക് ബ്രദറിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ആരും വരരുത്. ഏതെങ്കിലും സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി വരരുത്. ഒരു കസേര ഇട്ടാലോ അവിടെ വന്ന് എനിക്കറിയുന്ന സൗകര്യങ്ങളുണ്ട്, തൂത്തുവാരി എല്ലാ കാര്യവും. ഞാൻ പറഞ്ഞു, ഒരിക്കലും ബ്രദർ പറഞ്ഞുകൊണ്ട് ചെയ്യരുത്, ആ സഭയ്ക്ക് വേണ്ടി ചെയ്യരുത്. ഇതെന്റെ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ കിട്ടുന്ന ഒരു അവസരമായി ദൈവസ്നേഹത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് പരാതിയില്ല. നമുക്കവിടെ ഒരു പരാതിയില്ല. നമ്മൾ ഭവനത്തിൽ ജോലി ചെയ്യുമ്പോൾ ആരെങ്കിലും പരാതി പറയും, ഞാൻ എല്ലാ ദിവസവും കഞ്ഞിയും കറിയും വെച്ച് എല്ലാ പണിയും ചെയ്തിട്ട് എന്നെ ആരും മൈൻഡ് ചെയ്യുന്നത്, എനിക്കാരും ശമ്പളം തരുന്നത്, ആരെങ്കിലും പരാതി പറയുമോ? പറയോ? ഇല്ലേ? നിങ്ങൾ പറ. ഇല്ല. എനിക്കറിയാം, മ്യൂട്ടായി കിടക്കുക, കുഴപ്പമില്ല, മ്യൂട്ടായി കിടക്കുക. ഞാനിപ്പോൾ മ്യൂട്ട് ചെയ്തിരുന്ന. നമുക്ക് ആർക്കും പരാതിയില്ല. കാരണം എന്താ? നമുക്കറിയാം ഇത് നമ്മുടെ കടമയല്ലേ. നമ്മൾ ആർക്കെങ്കിലും, ഇപ്പം ഞാനൊരു കഞ്ഞി വെച്ച്, അല്ലെങ്കിൽ നിങ്ങളൊരു കഞ്ഞി വെച്ചോ, ഞാൻ വെച്ചോ, ആർക്കെങ്കിലും കൊടുത്തിട്ട് ഞാൻ പറയുക, ഓ എനിക്ക് 150 രൂപ വേണമെന്ന് പറഞ്ഞല്ല. നമുക്കറിയാം ഇത് നമ്മുടെ ഒരു കടമയാണ്. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ചെയ്യുന്നത്, കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നതെല്ലാം നമ്മൾ സ്നേഹത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ്. ഇത് നിങ്ങളിൽ പ്രൊജക്റ്റ് ചെയ്യണം, പ്രതിഫലിക്കണം. ഇതാണ് യഥാർത്ഥ മാനസാന്തരം. യേശുവിനോട് ചേരുവാനുള്ള വാഞ്ച, കൊതി. യേശു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ആത്മമണവാളൻ. ആ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്നതാണ് ശുശ്രൂഷ. അവിടെ നമുക്ക് എല്ലാ ബൗണ്ടറിയും വിഷയമല്ല, പണം വിഷയമല്ല, നമുക്ക് ടയേർഡാണല്ലോ, നമുക്കൊന്നും വിഷയമല്ല. യേശുവിന് വേണ്ടിയാണല്ലോ. താങ്ക് യു ഹോളി. ഇതാണ് പല സത്യനാലും പിടിച്ചാൽ എല്ലാം ക്രിസ്തു നിമിത്തം, ദൈവരാജ്യ നിമിത്തം. നന്ദി യേശുവിൻ. ഓ ജീസസ്. ഒരു വിഷ്ണു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ തമ്പുരാൻ എൻ്റെ ഉള്ളത്തിലൊരു പ്രേരണ തരുക. ഞാൻ ഈ വിഷ്ണുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കർത്താവിനൊരു അടയാളം കാണിക്കും. ചെറിയൊരു ഷെഡ് പോലെ വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ഷെഡ് വെച്ചിരിക്കുന്ന, ഷെഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്കറിയാം, വലിയ കാർ പോർച്ച് പോലെയൊന്നുമല്ല, ഒരു ചെറിയ ഷെഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ അതിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ജനാല കറുത്ത പെയിന്റ് അടിച്ച്, ഒരു ജനാലയുടെ ചില്ലകൾ മാത്രം, അതിൻ്റെ ഇത് കമ്പി ഏരകൾ ഇത് മാത്രം കറുത്ത പെയിന്റുകൾ അടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭവനമാണ് ഞാൻ കാണുന്ന അടയാളം. ഓ യേശുവേ, ഇന്ന് ആ വിഷ്ണുവിൻ്റെ ഭവനം ഏതാണോ, ഇന്ന് ആ ഭവനത്തിൻ്റെ അകത്തൊരു പ്രാർത്ഥന ദൈവം ഉയർത്താൻ വേണ്ടി പോവാം. ദേശക്കാരുടെ നടുവിൽ, ചാർച്ചക്കാരുടെ നടുവിൽ കർത്താവിനോട് വെള്ളത്തിൽ വാക്കുവരെ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഈ അടയാളം ഉള്ള ഭവനം ഏതാണോ, യേശുവേ കൃപ കൊണ്ട് കർത്താവ് പൊതിയുന്നല്ലോ, കൃപയാൽ ദൈവമേ അങ്ങ് പൊതിയുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇപ്പോഴത്തെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പോൾ കർത്താവെ ആ കുടുംബം എന്ന് സ്വീകരിച്ചോണേ. ദൈവം അത്ഭുതങ്ങളാൽ നടക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് എവിടെ ഇരുന്നാണ്ടാണോ നിങ്ങളിത് കേൾക്കുന്നത്, ഏത് അന്തരീക്ഷത്തിൻ്റെ അകത്താണോ കേൾക്കുന്നത്, ആ വിഷ്ണുവിൻ്റെ ഭവനം സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കുക. എൻ്റെ യേശുവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഇപ്പോൾ തന്നെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ തമ്പുരാന്റെ അത്ഭുതം. ഞാൻ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, അനാവശ്യമായിട്ട് മൈക്ക് മ്യൂട്ട് ചെയ്യുന്നവരൊക്കെ ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തവരെല്ലാം ഒന്ന് മ്യൂട്ട് ചെയ്യണേ. നിങ്ങളോട് ആലോചന ഇടപെടുന്നതിന് മാത്രം പൂർണ്ണ ഉറപ്പുള്ളവർ, അടയാളവുമായി ബന്ധപ്പെട്ടവർ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റുക. ബാക്കി എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത്. ജീസസ് ക്രൈസ്റ്റ്. യേശുവേ പറഞ്ഞു. ഇന്നലെ പറഞ്ഞ അങ്ങനെയാണ്. ഒരാള് രാവിലെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു ചുവന്ന വസ്ത്രം ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെന്ന്. അത് ഞാനായിരുന്നു.
മുട്ട് മാറ്റാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് പറയുന്നു. ആ ഏറ്റെടുത്തത് വീട്ടിലെ സിസ്റ്റർ. ആ കൂടുന്നെന്ന് പാസ്റ്റർ, സ്തോത്രം. ഏറ്റെടുത്തത് സിസ്റ്റർ. പാസ്റ്റർ, എന്തോ പാസ്റ്റർ, സ്തോത്രം. പുരുഷോത്തമൻ എന്ന് പറഞ്ഞത് എന്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവാണ്. പുരുഷു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഒരേ ആലോചന ഒരേപോലെ വരുന്നവരും സ്വീകരിച്ചോ കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിങ്ങളുടെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വെളിപ്പെടുന്നല്ലോ. ഞാനൊരു മിനിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. ഞാൻ ഈ മിനിയുടെ ഭവനത്തിൽ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ഭർത്താവിനെ എന്നെ കാണിക്കുക. ജൂൺ മാസത്തിലാണ് ഈ ഭർത്താവ് ജനിച്ചിരിക്കുന്നത്. മിനിയുടെ ഭവനത്തിൽ ജൂൺ മാസത്തിൽ ജനിച്ച ഭർത്താവുള്ള ഒരു വ്യക്തിയുടെ ഭവനമാണ് ഞാൻ കാണുന്നത്. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ജൂൺ മാസവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണം. ദൈവത്തിൻ്റെ പ്രവൃത്തിയോടെ വെളിപ്പെടുക. സകല പ്രതിസന്ധികളും നീങ്ങുക. ഓ യേശുവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറഞ്ഞു. പക്ഷെ എന്റെ നാത്തൂനാണ് മിനി. എന്റെ ആങ്ങളെയാണ് ജൂൺ മാസത്തിൽ ജനിച്ചത്. ജൂൺ മാസം ജനിച്ചത്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു സിസ്റ്റർ. അനർത്ഥം വിട്ടുപോകുക. വലിയൊരു അനർത്ഥം ആ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകുക. തമ്പുരാൻ ഇതെല്ലാം നമ്മളെ ഓരോ കാര്യങ്ങൾ അടയാളത്തോടു കൂടെ വെളിപ്പെടുത്തുന്നത്. നമ്മളിപ്പം ഒരു ഊഹാപോഹത്തിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ വ്യക്തമായി ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ നിയോഗം തരുക കേട്ടോ സിസ്റ്ററെ. ഈ ആങ്ങളയ്ക്ക് വല്ലാത്തൊരു രോഗമൊക്കെ പിടിച്ചു കിടക്കുവാണ് പാസ്റ്റർ. ഓ യേശുവേ, എന്ന് പ്രാർത്ഥിച്ച ആ കുടുംബ രോഗമല്ല, അതിന്റെ പിന്നിൽ പറയുന്ന ദുരാത്മാവ കേട്ടോ. അതിനെ പിടിച്ചു കെട്ടുവാൻ അഭിഷേകം തന്നിരിക്കുക തമ്പുരാൻ. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞു, നമുക്ക് ഒത്തിരി മിനിമാരുണ്ടെങ്കിലും ഈ ജൂൺ മാസത്തിൽ ജനിച്ച ഹസ്ബൻഡ് ഉള്ള മിനിന്ന് എടുത്തു പറയാൻ കാരണം കർത്താവ് വ്യക്തമായ ആ കുടുംബത്തെ കാണിക്കാൻ വേണ്ടി കേട്ടോ. ഇന്ന് ആ സഹോദരനെ വിടിവിക്കുവാൻ യേശു അഭിഷേകം ചെയ്യുക സഹോദരി. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ നാമത്തിൽ യേശു കൈവച്ച് പറഞ്ഞോണം, രോഗമല്ല, രോഗത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സകല ദുഷ്ടശക്തിയെയും പുറത്താക്കുമെന്ന് കൽപ്പിച്ചോണം കേട്ടോ. അവർക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ഇടിവിൽ നിന്നോണം, പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്തോണം കേട്ടോ. അത്ഭുത സൗഖ്യം കർത്താവ് ചെയ്യും, അത്ഭുത വിടുതൽ കർത്താവ് ചെയ്യും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവി. ഏറ്റെടുത്തോ കേട്ടോ. കർത്താവ് എല്ലാം അറിയുന്നു. യേശുവേ, കൃപ കൃപ കൃപ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു ഭവനം കർത്താവ് എന്നെ കാണിക്കും. ഞാൻ ആ ഭവനത്തിന്റെ അകത്ത് കയറി ചെല്ലുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ വീടിന്റെ സൈഡിൽ തന്നെ ഈ കുഞ്ഞൊരു ജനല്, അത് ഹോളിൽ തന്നെ നമ്മൾ സാധാരണ വലിയ ഹോളുണ്ട്, വലിയ ജനലുണ്ട് അല്ലേ, 4 പാളിയൊക്കെ ഉള്ള 2 പാളിയൊക്കെ ഉള്ള ജനലുണ്ട്. അതേ ജനൽ ഇടിക്കുമ്പോൾ തന്നെ ഒരു വശത്ത് ഒരു സൈഡിൽ തന്നെ ചെറിയൊരു ജനൽ പാളിയുള്ള ഒറ്റ ഇത് തുറക്കാൻ പറ്റുന്ന ജനൽ പാളിയുള്ള ഒരു മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. ഹോസ്റ്റ് ചെയ്യുന്നവരെ എല്ലാവരും ശ്രദ്ധിച്ചവരെല്ലാം അനാവശ്യമായിട്ട് മൈക്ക് മ്യൂട്ട് മാറ്റി സംസാരിക്കുന്നവരെല്ലാം മ്യൂട്ട് ചെയ്ത്. ഞാൻ എപ്പോഴും പറഞ്ഞു, ഈ ആലോചന വെളിപ്പെടുമ്പോൾ ശ്രദ്ധിച്ചോണേ. ഈ ചെറിയൊരു ജനൽപ്പാളിയുള്ള, മെയിൻ ജനലല്ലാതെ ചെറിയൊരു ജനൽപ്പാളിയുള്ളൊരു ഭവനം കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാൻ ആ ഭവനത്തിന്റെ ഹോളിൽ കാണുന്നത് ഒരു വചനം എഴുതി ചെറിയൊരു അതായത് നമ്മൾ ഈ ചെറിയ ചതുരപ്പെട്ടി പോലത്തെ വചനവാക്യങ്ങൾ കിട്ടുമല്ലോ, അങ്ങനത്തെ ഒരു വചനം. ഈ വൈറ്റ് അല്ല, വൈറ്റ് കളറിലെ ഭിത്തിയല്ല, വൈറ്റ് അല്ലാത്തൊരു ചന്ദന കളറും അല്ല, അങ്ങനത്തെ ഒരു ഡിസൈൻ വരുന്ന പോലത്തെ ഒരു ഭിത്തി. ചന്ദന കളറും അല്ല, വൈറ്റും അല്ല, പക്ഷെ ഓഫ് വൈറ്റ് നമുക്ക് പറയുന്ന രീതിയിൽ, ഓഫ് വൈറ്റ് എന്നല്ല, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഭിത്തിയല്ല. അതിലിങ്ങനെ ആ വാക്യം ആ ഭവനത്തിന്റെ അകത്ത് ഇരിപ്പുണ്ട്. റോസ് കളറുമായിട്ട് സമമായിട്ട് ഇരിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ ഭവനത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ തമ്പുരാൻ പറയുന്നു, എഴുതപ്പെട്ടിരിക്കുന്ന വാക്യം പോലെ തന്നെ ഭവനത്തിന്റെ മേൽ സംഭവിക്കാൻ വേണ്ടി പോവാം. യേശുവേ, കൃപയുമായി ബന്ധപ്പെട്ടൊരു വചനമാണ് എഴുതിയിരിക്കുന്നത്. കൃപയുമായി ബന്ധപ്പെട്ട വചനം, അതായത് കൃപ എന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വചനമാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വചനം പോലെ തന്നെ എൻ്റെ കൃപ നിനക്ക് മതി. യേശുവിൻ്റെ നാമത്തിൽ ആ വാക്ക് തന്നെ എഴുതി വെച്ചിരിക്കുന്ന ഭവനം ഇപ്പോൾ തന്നെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നന്മ കയറാൻ വേണ്ടി പോകട്ടോ, നന്മ കയറാൻ വേണ്ടി പോവാ. ഇന്ന് ആ ഭവനം യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് എവിടെ ഇരുന്നുകൊണ്ടാണോ ഏറ്റെടുത്തോണേ, നന്മ കയറും. തടയപ്പെട്ട് വെച്ചത്, തടസ്സമായി നിന്നത്,
ഒരു അണ പൊട്ടി ഒഴുകുന്നത് പോലെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഭവനങ്ങളുടെ മേലേക്ക് ഒഴുക്ക് വരാൻ വേണ്ടി പോവാ. ഓ യേശുവേ, എന്നാ കുടുംബം സ്വീകരിച്ചോണേ. കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് വെളിപ്പെടുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിന്റെ കൃപ പെരുകുന്നല്ലോ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ വീര്യപ്രവർത്തിക്കായി സ്തുതി. ഹല്ലേലൂയ. നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനം കാണിക്കുക. ഈ നമ്മുടെ അപസ്മാര രോഗം പോലെ ഉണ്ടായിരുന്ന ഒരു രോഗം, ഒരു പിതാവിനുണ്ടായിരുന്ന രോഗം. എന്നാൽ ആ പിതാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ആ കുടുംബത്തിൽ നിന്ന് ആ പിതാവിന് ആ അസുഖം ഉണ്ടായിരുന്നു. ആ കുടുംബത്തിൽ പിതാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. എന്നാൽ ഭവനത്തിന്റെ അകത്തൊരു ഭയം തളം കെട്ടി കിടക്കുന്ന ഒരു ഭവനമാണ്. ഭയപ്പാടിന്റെ തലം. ആ ഭവനത്തിൽ അസ്വാഭാവികമായിട്ടുള്ള ചില കാഴ്ചകൾ, പ്രവർത്തികൾ നടക്കുന്ന ഒരു ഭവനം. ഇന്ന് അതിനെ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നപ്പ. ദുഷ്ടപിശാചേ, നിന്റെ സകല പ്രവർത്തികളെയും ആത്മാവിൽ നിന്ന് ബന്ധിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരത്തില്ല. ആ ഭവനം സ്വീകരിച്ചോണേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ദുഷ്ടപിശാചുകളെയും വെട്ടിമാറ്റുന്നപ്പ നന്മ കൊണ്ട് നിറയ്ക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് ശരീരത്തിന് മേൽ രോഗികളായി ഭാരപ്പെടുന്നവർ, വേദനകളാൽ ഭാരപ്പെടുന്ന, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഈ കഴുത്തിന്റെ പുറകില് വേദന അനുഭവിക്കുന്ന ആൾക്കാരുണ്ടോ? കഴുത്തിന്റെ പുറകില് വേദന അനുഭവിക്കുന്നവരുണ്ടോ? കഴുത്തിന്റെ പുറകില് വേദന അനുഭവിക്കുന്ന ആൾക്കാരുണ്ടോ? ഉണ്ട് പാസ്റ്ററെ. ഒന്ന് കൈയെടുത്ത് വെച്ച് ഇവരെ, ഒന്ന് കൈയെടുത്ത് വെച്ച്, ഒന്ന് കൈവച്ച്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ എന്ന് കൽപ്പിക്കുന്ന വേദനകളുടെ മേലും തീ കത്താൻ പോവാ. കൈവച്ച്. യേശുവിന്റെ അധികാരമുള്ള വേദന ഞങ്ങൾ വേരോടെ പിഴുതെടുക്കുന്നപ്പ. ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹീലിംഗ് അനോയിന്റിംഗ് ഈസ് മൂവിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹീലിംഗ് അനോയിന്റിംഗ് ഈസ് മൂവിംഗ്. ജീസസ് ക്രൈസ്റ്റ്. കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്നല്ലോ. ഓ ഹോളി സ്പിരിറ്റ്, ഓ ഹോളി സ്പിരിറ്റ്. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് കൂട്ടത്തിൽ വേദന ഉള്ളവരെ കൈവച്ച്, വേദന ഉള്ളവരെ കൈവച്ച് എല്ലാവരും. വേദനയുള്ള എല്ലാവരും. ഓക്കെ, എന്റെ ഭർത്താവിന് അപസ്മാരം ഉണ്ടായിരുന്ന സഹോദരി ഇട്ടിരിക്കുന്നത്, സഹോദരി ഏറ്റെടുത്ത കമന്റ് ചെയ്ത സഹോദരി സ്വീകരിച്ചോട്ടോ. ഇന്ന് ആ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുക. ഇന്ന് ആ ഭവനത്തിന്റെ മേൽ എല്ലാ പൈശാച നുഖങ്ങളും ഇറങ്ങിപ്പോകുക. ഓ ജീസസ്. രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം കൈയെടുത്ത് വെച്ചു. വേദന അനുഭവിക്കുന്നവർ, പ്രത്യേകിച്ച് ഈ വെളിപ്പെട്ട വേദന അല്ലാതെ വേദന അനുഭവിക്കുന്നവർ, ശരീരത്തിൽ മുഴകൾ, നീരുകൾ, ക്യാൻസറുകൾ, ഏത് മാരക രോഗമായിക്കോട്ടെ കൈയെടുത്ത് വെച്ച്. എന്നിട്ട് പറയുന്നത് യേശുവിന്റെ രോഗത്തെ വഹിച്ചു. എന്റെ കൂടെ പറഞ്ഞ്, എന്റെ ശരീരം രോഗത്തിനുള്ളതല്ല ആരോഗ്യത്തിനുള്ളതെന്ന് പറ. എന്റെ ശരീരം ലോകത്തിനുള്ളതല്ല, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് എന്റെ ശരീരം. ഉറക്കെ പറ. ആ രോഗം കേൾക്കട്ടെ, ഇറങ്ങിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ. എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. എന്റെ ശരീരം സൗഖ്യത്തിന്റെ ആലയമാണ്. എന്റെ ശരീരം ലോകത്തിൽ വെളിച്ചമാണ്. എന്റെ ശരീരം യേശുവിന്റെ ശരീരമാണ്. ഇത് ദീർഘായുസ്സുള്ള ശരീരമാണ്. എന്റെ ശരീരം ദിവ്യ ആരോഗ്യമുള്ള ശരീരമാണ്. രോഗത്തിനോ ഒരു തരി പോലും വേദനയ്ക്കോ എന്റെ മേൽ അവകാശമില്ല. ഓ യേശുവേ, യേശുവിന്റെ അടിപ്പിണരുകളാൽ, യേശുവിന്റെ അടിപ്പിണ വേദന വേരോടെ പറയുക, വേരോടെ പറയുക. ഇപ്പോൾ അത്ഭുത സൗഖ്യം വ്യാപരിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുത സൗഖ്യം വ്യാപരിക്കുക. അത്ഭുത സൗഖ്യം വ്യാപരിക്കുക. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. കൈവച്ചോ, കൈവച്ചോ, കൈവച്ചോ. യേശു വേദനകളുടെ മേൽ കൈവയ്ക്കുക. രോഗശക്തിയെ കൽപ്പിക്കുന്ന ഇറങ്ങിപ്പോ യേശുവിന്റെ നാമത്തിൽ. ആ രോഗത്തിന്റെ ദുരാത്മാവെ നിന്നെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. ആ വേദന കൊണ്ടുവന്ന്, രോഗം കൊണ്ടുവന്ന്, പ്രയാസം കൊണ്ടുവന്ന് മരണത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന രോഗമേ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. ഇറങ്ങിപ്പോ യേശുവിന്റെ നാമത്തിൽ.
ദൈവരാജ്യത്തിന്റെ ശക്തിയാൽ മുടന്തൻ തുള്ളും, ചെകിടൻ കേൾക്കും, ഊമർ സംസാരിക്കും. യേശുവിനകത്ത് ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കും. ബന്ധിതർ മോചിക്കപ്പെടുന്നു, പീഡിതർ വിടുവിക്കപ്പെടുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല മാരക രോഗങ്ങളും രക്തത്തില്, അസ്ഥിയില്, ശരീരത്തില്, അവയവത്തില്, ദേഹത്തില് വ്യാപരിക്കുന്ന സകല രോഗത്തെയും യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പ ജീസസ് നെയിം, ജീസസ് നെയിം. ആമേൻ, ആമേൻ, ആമേൻ. ഒന്ന് ചെക്ക് ചെയ്ത്, വേഗത്തിൽ ചെക്ക് ചെയ്ത്, വേഗത്തിൽ ചെക്ക് ചെയ്ത്. ശരീരത്തിന്റെ മേൽ ഇപ്പോൾ വേദന ഉണ്ടെന്ന് പറഞ്ഞവര്, കൈവച്ച് യേശുവിന്റെ സൗഖ്യത്തെ സ്വീകരിച്ചവര്, തിരിച്ചോ മറിച്ചോ എങ്ങനെയാന്ന് വെച്ചാൽ എന്താണോ കഴിയാത്തത് ഒന്ന് ചെയ്തേ, ഒന്ന് ചെയ്തേ, യേശുവിന്റെ നാമത്തിന് ചെയ്തേ. എല്ലാവരും ചെയ്ത് നോക്കിക്കുക. എന്നാൽ ഇപ്പൊ ഞാൻ ചോദിക്കാൻ വേണ്ടി പോണ, യേശു ചെയ്ത സാക്ഷ്യമുള്ളവര്, എന്റെ ശരീരത്തിൽ എനിക്കൊരു വ്യത്യാസമുണ്ട് എന്ന് പറയുന്നവര് മാത്രം, അവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. എനിക്ക് യേശുവിന്റെ ഒരു പ്രവൃത്തി എന്റെ മേൽ വന്നു, അവര് മാത്രം. ബാക്കി എല്ലാവരും എല്ലാം ഒന്ന് മയക്കി മ്യൂട്ട് ചെയ്ത്. ഹോളി സ്പിരിറ്റ്. എനിക്ക് പെടലയ്ക്ക് നല്ല വേദന 2 വശത്തുണ്ടായിരുന്നു. ഇപ്പൊ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോ ഇപ്പൊ ആ വേദനയില്ല. ഞാൻ ബെഡിൽ തിരിച്ചും ഒക്കെ നോക്കി, കുഴപ്പമില്ല. ഇപ്പൊ നിനക്ക് വേദനയില്ല അവിടെ. ഞാൻ സൗഖ്യമായി. ഓ യേശു അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. അടുത്തയാള് ചെക്ക് ചെയ്തേ. ബാക്കി എല്ലാവരും ഈ സമയത്ത് സാക്ഷ്യമുള്ളവര് മാത്രം, അവര് മാത്രം മ്യൂട്ട് മാറ്റുക. ബാക്കി എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്തേ. ബ്രദറെ, പറഞ്ഞോ. ബ്രദറെ, ഞാന് ഈ പ്രെയർ തുടങ്ങിയപ്പോ മുതൽ, ഞാൻ ചങ്ങനാശ്ശേരി എന്നാണ് വിളിക്കുന്നത്. പ്രെയർ തുടങ്ങിയപ്പോ മുതൽ എന്റെ ഇടത് കാലിന് ഭയങ്കര കഴച്ചു പോകുന്ന പോലെ ഒരു വേദനയായിരുന്നു. ഞാനിത് തിരുമ്മിക്കൊണ്ടിരുന്ന ഈ പ്രെയർ കേൾക്കുമായിരുന്നു. അപ്പൊ മനസ്സിൽ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവിന്റെ തിരുമുറിവിലായി എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ അത്ഭുതം. കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടോ. അതുപോലെ ഇപ്പൊ വേദനയില്ല. അതേപോലെ അമ്മയ്ക്ക് ഷോൾഡറിന് ഭയങ്കര പെയിൻ ആയിരുന്നു. അമ്മ ഈ 2-3 ദിവസമായിട്ട് എന്നും കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നേ. അപ്പൊ അമ്മയ്ക്ക് ഇന്ന് സൗഖ്യമായി. കർത്താവ് പ്രാർത്ഥന കേട്ട് എല്ലാ മഹത്വവും ഇത് വലിയൊരു അത്ഭുതമാണ്. മകൾക്കും കിട്ടി സാക്ഷ്യം, അമ്മയ്ക്കും കിട്ടി സാക്ഷ്യം. 2 പേർക്കും സഹോദരി പറഞ്ഞ പോലെ കാലിന് വേദനയായിരുന്നു, അമ്മയ്ക്ക് ഷോൾഡർ പെയിൻ ആയിരുന്നു, ദിവസങ്ങളിൽ ഭാരപ്പെടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ രോഗസൗഖ്യ പ്രാർത്ഥന 2 പേർക്കും സൗഖ്യം കിട്ടി അല്ലേ സിസ്റ്ററെ? അമ്മയ്ക്കും കിട്ടി, ഒരുപാട് നന്ദിയുണ്ട്. കർത്താവിന് മഹത്വ സിസ്റ്ററെ. നമ്മളെല്ലാം ദൈവം ഉപയോഗിക്കുന്നതല്ലേ. യേശുവേ, കർത്താവിന്റെ മുറിവിനാൽ അത്ഭുത സൗഖ്യത്തും. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. അടുത്തയാള് ചെക്ക് ചെയ്തേ. ബ്രദറെ, എനിക്ക് 5 വർഷമായി ബ്രദറെ തുടങ്ങിയിട്ട് ഭയങ്കര വേദന എന്ന് പറഞ്ഞാല് ഇന്ന് എനിക്ക് നല്ല സൗഖ്യമായി ബ്രദറെ. അതായത് 5 വർഷമായിട്ട് സിസ്റ്റർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അത് കൈയൊന്നും അനക്കാൻ പറ്റില്ല. ഒരു സ്പൂണ് എടുത്തോളൂ, അത്രക്ക് വേദനയാണ്. പാത്രം ഒന്നും കഴുകാൻ വല്ലാത്ത ബുദ്ധിമുട്ട്. ഇന്നിപ്പോ നല്ല സൗഖ്യം വന്നിന്. കൈ പുറകോട്ടൊന്നും കൊണ്ടുപോയില്ല, ഒന്നും ആവൂലേ എനിക്ക്. നിങ്ങൾ കേട്ട് 5 വർഷമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്റർ. എന്തായിരുന്നു അസുഖം? ആർത്രൈറ്റിസ്. കേട്ട് യേശുവിന്റെ ഡോക്ടർ എന്നാ പറഞ്ഞു? ഡോക്ടർ പറഞ്ഞ് ഇത് കൃത്യമായി മരുന്ന് എടുത്തോണം, ഇത് മാറുന്ന രോഗമല്ലാന്നാ പറഞ്ഞ്. പോലെ തന്നെ കൂടിയും കുറഞ്ഞിരിക്കുമെന്നാ പറഞ്ഞ്. കൈ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു പുറകോട്ടൊന്നും. ഒന്നും ആവില്ല ബ്രദറെ. അയ്യോ, കൈയെല്ലാം മരവിച്ചിങ്ങനെ രാവിലെ എണീക്കുമ്പോ എല്ലാം മരവിച്ചിരിക്കുക ചെയ്യുക. ഇപ്പൊ കൈ അനക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ഒന്നുമില്ല ബ്രദർ, നല്ല സുഖം. നിങ്ങൾ കേട്ട് യേശു കർത്താവിന്റെ അത്ഭുതം കണ്ടോ? സഹോദരി പറഞ്ഞത് 5 വർഷമായിട്ടുണ്ടായിരുന്ന രോഗം യേശുവിന്റെ നാമത്തിൽ ഡോക്ടർ പറഞ്ഞത് ഷുഗർ പോലെ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടതാണ് മരുന്ന്. ഇന്ന് സഹോദരി പറയാം, കൈ പുറകോട്ട് വെച്ച് നോക്കി അല്ലെ, തിരിച്ചു നോക്കി, ഇപ്പൊ ഒരു വേദനയില്ല. യേശുവിന്റെ അത്ഭുതത്തിന് നന്ദി. ബ്രദർ ഇപ്പം പറഞ്ഞില്ലേ ബ്രദറെ, 1986 മാർച്ചില് പിന്നെ ഉള്ള ഒരാളുടെ ഹൃദയത്തിന് അതെന്റെ മോൻ അത് പറഞ്ഞാലും തന്നെ എനിക്ക് എന്തോ ഒരു മനസ്സിനൊരിത്, ശരീരം. കർത്താവിന്റെ അത്ഭുതം, കർത്താവിന്റെ അത്ഭുതം കേട്ടോ. സിസ്റ്റർ എവിടുന്നാ സംസാരിക്കുന്ന സ്ഥലം? കണ്ണൂരാ ബ്രദറെ, കണ്ണൂര്. യേശുവിന്റെ നാമത്തിൽ കണ്ണൂര് അനേകരെ വിടിവിക്കുവാനും സൗഖ്യമാക്കുവാനും യേശു ഉപയോഗിക്കും കേട്ടോ. കർത്താവിന്റെ വലിയ അത്ഭുതത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു. കർത്താവ് ചെയ്ത പ്രവൃത്തി ഉണ്ടോ? ഡോക്ടർ പറഞ്ഞത് ജീവിതകാലം മുഴുവൻ കൈ ശരിയാകത്തില്ല, വേദന മാറത്തില്ല. പക്ഷെ യേശു തൊട്ടാൽ മാറാത്ത വേദനയില്ല, മാറാത്ത രോഗമില്ല. ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ഈ ശരീരത്തിൽ സൗഖ്യം ലഭിക്കുന്നവര് നിങ്ങൾ സൂമിൽ മാത്രമല്ല, നിങ്ങളുടെ അയൽപക്കത്ത് പറയണം.
കണ്ടോ, യേശു പ്രവർത്തിച്ചാന്ന് പറയണം. അവർക്ക് യേശുവിലേക്ക് വരുവാനും സൗഖ്യത്തിലേക്ക് വരുവാനും കർത്താവിന്റെ സ്നേഹം അനുഭവിക്കാൻ ലഭിക്കുന്ന അവസരമാണ് നിങ്ങളുടെ അത്ഭുതങ്ങൾ. ഗോഡ് ബ്ലസ് യു. അടുത്തയാൾ പറഞ്ഞാട്ടെ, സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. ബ്രദറെ എന്തോ ബ്രദറെ ഞാൻ മിമിയാന്ന് ബുധനാഴ്ച നാളെ നിങ്ങളോട് പറഞ്ഞായിരുന്നു എന്റെ മോള് വേണ്ടയില്ല, മോക്ക് ബ്രസ്റ്റ്. അവര് 2 ദിവസമായിട്ട് പറഞ്ഞോ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ബാക്കി എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്തു. പറഞ്ഞു. മോക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ബ്രദർ അന്നേരം പറഞ്ഞു അത്ഭുതം നടക്കും പറഞ്ഞായിരുന്നു. നമ്മളോട് പറയണമെന്ന് പറഞ്ഞായിരുന്നു. 2 ദിവസമായിട്ട് അവര് ഹോസ്പിറ്റലിൽ പോകാൻ നോക്കിയിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല. കാനഡയില്ല, അവിടെ കിട്ടിയില്ല. ഇന്ന് അവള് വിളിച്ചപ്പം നമ്മള് പറഞ്ഞ് അവൾക്ക് അത് ഇപ്പം തടിപ്പ് കുറഞ്ഞു മാറി, ഒരു ചെറുതായിട്ട് പോലെ ഏതാണ്ട് തോന്നുന്നുള്ളൂ, അങ്ങനെ കാണുന്നില്ല എന്നാ പറഞ്ഞത്. പറഞ്ഞിരിക്കുക. ദൈവത്തിന് തടിപ്പായിട്ട് നന്നായിട്ട് നിന്നിരുന്നായിരുന്നു ബ്രസ്റ്റിൽ അല്ലേ? ആ നന്നായിട്ടായിരുന്നു. നിങ്ങൾ കേട്ട തടിപ്പ് ബ്രസ്റ്റിൽ നന്നായിട്ട് ഇരുന്നിരുന്നായിരുന്നു. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഇരുന്ന, പക്ഷെ അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ശേഷം സൗകര്യം പറയുകയാണ് തടിപ്പിന്റെ അവിടുത്തെ വലിയ വ്യത്യാസം വന്നല്ലേ? അത് അത്രേ ഉള്ളൂ. വലിയ തടിപ്പ് അത് ഇപ്പൊ അത് കാണുന്നില്ല അവിടെ. ഇല്ല. ഓ യേശുവേ, ഞങ്ങളുടെ അത്ഭുതത്തിന് നന്ദി അപ്പ. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുക. രോഗത്തിന്റെ മേൽ യേശുവിൽ നിങ്ങൾക്ക് ജയമുണ്ട്. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. ഇനിയും തമ്പുരാൻ അത്ഭുതങ്ങൾ നടക്കുന്ന ദൈവം കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്തയാള് നോക്കിയ സാക്ഷ്യം പറഞ്ഞു. പറഞ്ഞു. ഹലോ, സ്തോത്രം. ആ, കൃപയാൽ നിന്ന് എന്റെ വീടിന്റെ വാതിലിന്റെ ഫ്രണ്ടിൽ ഞാൻ എഴുതി വെച്ചൊരു വചനമാണ് കൃപയാൽ. അതൊരു പാള, ഈ ഒരു ചുമലയല്ല വെള്ളയല്ലാത്തൊരു പാള കിട്ടിയപ്പോ അകത്തെ ഞാൻ ആ വചനം എഴുതിയില്ല. പ്രധാന ഭാരത്തിൽ അടയാളം ഉള്ളത്. അതെ കൃപയാൽ എഴുതി വെച്ചിരിക്കുന്നത്. അതെ യേശുവിന്റെ നാമത്തിലെ കൃപയാൽ ഈ ദിവസങ്ങളിൽ വലിയ പ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോ കേട്ടോ. സ്വീകരിച്ചു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. പറഞ്ഞു. ഹലോ ബ്രദറെ, എന്റെ വീട്ടില് ഒരു ചെറിയ വലിയ ഡോറിനോട് ചേർന്ന ഒരു ചെറിയ ഡോറുണ്ട്, ജനലുണ്ട്. എന്റെ ബെഡ്റൂമിൽ അലമാരിയുടെ മുകളിൽ എന്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ ഫ്രെയിം ഇരിപ്പുണ്ട്. സ്വീകരിച്ചു സിസ്റ്ററെ. ഒരേ ആലോചന ഒരേപോലെ വരുന്ന രാമയം പറഞ്ഞത് പിടിച്ചോണം. കർത്താവിന്റെ നാമത്തിൽ ആ ആലോചന ഞാൻ ഏറ്റെടുക്കുന്നു പറഞ്ഞോണം. വലിയ പ്രവൃത്തി കർത്താവ് ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു. അതേപോലെ തന്നെ കൃപയാൽ തന്നെ നന്മയുണ്ടാവും. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്തയാള് സാക്ഷ്യമാണ്. ശരീരത്തിന്റെ മേൽ സൗഖ്യം കിട്ടിയവർ നോക്കിക്കേ. പറഞ്ഞു. എന്റെ ഈ ചെവിയുടെ പുറകിലായിട്ട് എന്നും ഒരു സന്ധ്യയൊക്കെ ആവുമ്പോഴത്തേക്ക് എന്നും വേദന വരുമായിരുന്നു. ഇപ്പൊ ഞാനിത് മെസ്സേജ് കേട്ടോണ്ടിരുന്നപ്പോ തന്നെ ഞാൻ അവിടെ വിക്സ് എടുത്ത് ഇങ്ങനെ പെരട്ടുന്നുണ്ടായിരുന്നു. വേദന വന്നപ്പോ ഞാനിപ്പം ബ്രദർ പറഞ്ഞ് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പൊ വേദന പൂർണ്ണമായിട്ട് മാറി. ഞാനിങ്ങനെ കഴുത്തൊക്കെ രണ്ടായിട്ട് തിരിച്ചൊക്കെ നോക്കിയിട്ട് ഇപ്പൊ വേദനയില്ല, പൂർണ്ണമായിട്ടും മാറി. യേശു എനിക്ക് എത്ര നാൾ ബുദ്ധിമുട്ടുണ്ടായിരുന്ന? എത്ര നാള് എനിക്ക് ഒരു 1-2 വർഷമായിട്ട് എനിക്ക് 1-2 വർഷമായിട്ട് സർവൈക്കലിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ ഈ വേദന ഇങ്ങനെ വരും, രാവിലെ ആകുമ്പോഴത്തേക്ക് പോകും, അങ്ങനെ വരുന്നായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കത് പൂർണ്ണമായിട്ടും നിങ്ങൾ കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് എത്ര നാളെന്നൊക്കെ കാര്യം ഇത് കേൾക്കണം. ലോകം ഇത് കേൾക്കണം. കാര്യം സൗകര്യം 2 വർഷമായിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. പലപ്പോഴും എല്ലാ ദിവസങ്ങളിലും വേദനയുണ്ട്. ഇപ്പൊ തിരിക്കാനൊന്നും ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? കഴുത്തിന്റെ അവിടെയൊക്കെ. അതായത് സൗകര്യം എല്ലാ ദിവസവും വിക്സ് തൂത്തോണ്ടിരിക്കുവായിരുന്നു. എന്നിട്ട് മാറ്റമൊന്നും ഇല്ലായിരുന്നു. സിസ്റ്റർ എല്ലാ ദിവസവും വിക്സ് തൂത്താലേ മാറ്റം വല്ലതും ഉണ്ടായിരുന്നോ? ഈ വേദന മാറുന്നുണ്ടായിരുന്നോ? ഇല്ല. പിന്നെ രാവിലെ ഉറങ്ങി എഴുന്നേക്കുമ്പം രാവിലെ അങ്ങ് മാറും, പിന്നെ ഉച്ച കഴിയുമ്പം പിന്നെയും തുടങ്ങും. ഇത് 2 വർഷമായിട്ട് ബാധിച്ച രോഗമായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച സമയത്ത് ആ വേദന അങ്ങ് മാറി. ഇപ്പൊ തിരിക്കുമ്പോഴൊന്നും ആ വേദന ഇല്ല. യേശുവേ, അത്ഭുതത്തിന് നന്ദി. കർത്താവ് പ്രവർത്തിച്ച വീര്യപ്രവർത്തിക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവര്?
സാക്ഷ്യമുള്ളവർ മൈക്ക് മ്യൂട്ടി മാറ്റി പറഞ്ഞാട്ടെ. കോസ്റ്റ് ചെയ്യുന്നവർ നോക്കിക്കോണം, പറയാനുള്ളവരെ മ്യൂട്ടാക്കല്ലേ. പറഞ്ഞു. ബ്രദറെ എന്തോ? ക്രൈസ്തലോട് ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ. ഞാൻ എന്റെ അച്ഛന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് അച്ഛന് ഒരു അറ്റാക്ക് വന്നതാണ്. 87 വയസ്സുണ്ട്. അപ്പം ഇന്ന് 2 ദിവസം കൊണ്ട് ഭയങ്കര കോൾഡായിരുന്നു. അപ്പൊ ചുമയും ഭയങ്കര മൂക്കടപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ 2 ദിവസം മുമ്പ് ഒരു 7:30 സന്ധ്യ 7:30 മണി 8 മണി ആയപ്പോഴേക്കും പുള്ളി ഭയങ്കര ബ്രീത്തിങ് പ്രോബ്ലം ഇങ്ങനെ വന്നു. ശ്വാസം എടുക്കാൻ വയ്യാതെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പൊ വിയർത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു തുടച്ചു തരാൻ പറഞ്ഞു. ഞാൻ അടുത്തിരിക്കാൻ പറഞ്ഞു. ഞാൻ തുടച്ചു കൊടുത്തു. എന്നിട്ട് സ്കെൽറ്റാണോ പുള്ളി. അപ്പം ബനിയനും ഷർട്ടും ഒക്കെ ഒരു ഹസ്ബൻഡിൻ്റെ അടുത്തും അങ്ങനെ അവിടെ ഇരുന്ന് മുഖം ഭയങ്കര വിയർത്ത് ഭയങ്കര അങ്ങ് ടയർഡായ പോലെയായി. ഞാനും അങ്ങ് വല്ലാത്ത ഇതായി പോയി. ഹസ്ബൻഡ് അങ്ങ് വേറെ ആരെയും വിളിക്കത്തിൽ ഭയങ്കര കണ്ടീഷനുള്ള വ്യക്തിയാണ്. അങ്ങനെ സ്ട്രിക്റ്റ് ആണ്. ആരെയും വിളിക്കരുത്, നിങ്ങൾ അടുത്തിരുന്നാൽ മതി എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ടിരുന്നു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളം കൊടുത്തു. ഞാൻ എൻ്റെ കൈ വെച്ച് യേശു കർത്താവിൻ്റെ സൈക്കോം വന്നിരിക്കുന്ന യേശു കർത്താവ് പറഞ്ഞുകൊണ്ട് ഒരു 51 പ്രാവശ്യം ഏകദേശം 100 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു 11 മണി വരെ. എന്നിട്ട് ചൂടുവെള്ളം വെച്ച് കൈ തന്നെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ കൈ വെച്ച്. അപ്പോഴേക്കും 12 മണിയൊക്കെ ആയപ്പോൾ വേദന അങ്ങ് പതുക്കെ മാറി. വിയർപ്പൊക്കെ അങ്ങ് മാറി. മറ്റേ വായൊക്കെ ഒരുമാതിരി ഒരുമാതിരി എല്ലാം വന്നായിരുന്നു. പിന്നെ അതെല്ലാം മാറി ക്ലിയറായി ശാന്തമായി വേദന മാറി എന്ന് പറഞ്ഞ ശാന്തമായി കിടന്നുറങ്ങി. ഞാൻ പിന്നെ രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ എണീറ്റ് നോക്കി. അപ്പോഴൊന്നും കുഴപ്പമില്ല. രാവിലെ ആയപ്പം പൂർണ്ണമായിട്ടും മാറി. എന്റെ കർത്താവ് പൂർണ്ണ സൗഖ്യം തന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവ്. ഇന്ന് ജീവൻ കൊടുത്ത കൃപയ്ക്ക് നന്ദി. ശരീരത്തിന്റെ മേലെ ബന്ധനത്തെ വിട്ടുകൃപയ്ക്ക് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ഇനിയും കർത്താവ് അനേകരെ വിടുവിക്കുവാൻ ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഈ എന്റെ സഹോദരി 5 ദിവസമായി ഓർക്കുന്നുണ്ടോ? ഇന്നലെ പറഞ്ഞു. 5 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് ഉറങ്ങാത്ത ആള് ഇന്നലെ പറഞ്ഞു. കുറെ ഇന്ന് ഈ കഴിഞ്ഞ പുലർച്ചെ കുറെ അങ്ങോട്ട് ഉറങ്ങി എഴുന്നേറ്റു. ഉറങ്ങാണ്ടിരുന്ന ആള് ഉറങ്ങി. ദൈവത്തിന് നന്ദി. ഇത് വലിയൊരു സാക്ഷ്യമാണ്. ഇന്നലെ പ്രിയ സഹോദരൻ പറഞ്ഞു 5 ദിവസമായിട്ട് പ്രിയ സഹോദരി, അത് വലിയൊരു സാക്ഷ്യമാണ്. സഹോദരി ഉറങ്ങിയില്ല എന്ന് പറഞ്ഞു. കൃപയാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. ആ രോഗം ഇട്ട് പുള്ളിക്കാരനെ അസ്വസ്ഥപ്പെടുത്തിയിട്ട് അതൊന്ന് ദൈവം ഡെലിവറൻസ് കൊടുത്തു. ഇന്ന് സുഖമായി ഉറങ്ങിയെന്ന് പറയാൻ ഇടയായി തീർന്നു. കർത്താവ് തൊട്ട കൃപയ്ക്ക് നന്ദി, ഡെലിവറൻസിന് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു ബ്രദറെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്തോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്റെ മകൻ ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അപ്പയർ ചെയ്തിരുന്നു. ഇന്നലെ അത് അത്ഭുതകരമായി കർത്താവ് അവൻ വിജയിച്ചു. അവന് ലൈസൻസ് കിട്ടാനിടയായി. ഞാനത് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു. ആ സാക്ഷ്യം ഞാൻ അറിയിക്കാം. അവര് പറയുമായിരിക്കും. എങ്കിലും ഞാൻ പറയുന്നു, എന്റെ ആ സന്തോഷത്തിൽ ദൈവം പ്രവർത്തിച്ചു എന്ന് ഞാൻ സാക്ഷിക്കുന്നു. ആമേൻ. കർത്താവ് തൊട്ട കൃപയ്ക്ക് നന്ദി, പ്രവർത്തിച്ചതിന് നന്ദി പറയുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് നമുക്ക് വേണ്ടി തലമുറയുടെ നന്മ ഒരുക്കിയല്ലോ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സാക്ഷ്യമുള്ളവർ വേഗത്തിൽ പറഞ്ഞാട്ടെ. ഹലോ, പറഞ്ഞു പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ പിന്നെ സെൻട്രലില് 2-3 ചാനലുണ്ട്. പിന്നെ ഒരു പാളിയുള്ള ഒരു ചാനലും ഉണ്ട്. പിന്നെ എന്റെ റൂമില് എല്ലാം ഞാൻ പിന്നെ എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്ന എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ അധിക റൂമിലും. ഏറ്റെടുത്ത സിസ്റ്ററെ, ആ വചനം പോലെ തന്നെ കൃപയാൽ ഇന്ന് ഒരേ ആലോചന വന്നവരെല്ലാം സ്വീകരിച്ചാണ്. കൃപയാൽ ഞാൻ ഈ ദിവസങ്ങളിൽ അത്ഭുതം. കൃപയെന്ന് പറഞ്ഞാൽ എന്റെ മനുഷ്യന്റെ സഹായമല്ല, ലോകത്തിന്റെ സഹായമല്ല, ആരും സഹായിച്ചിട്ടില്ല. കൃപയാൽ എന്നെ ദൈവത്തിന്റെ പ്രവർത്തി ഞാൻ കാണാൻ വേണ്ടി അത് ഏറ്റു പറഞ്ഞോളൂ എല്ലാവരും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടോ? ദൈവം പ്രവർത്തിച്ച സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ പറഞ്ഞാട്ടെ. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നതുകൊണ്ട് പറഞ്ഞാട്ടെ. ഹലോ പാസ്റ്ററെ, പുരുഷോത്തമൻ എന്റെ ഭർത്താവാ. സ്വീകരിച്ച സിസ്റ്ററെ, ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടവർ സ്വീകരിച്ചോണം. കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുക കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കും. പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? ബ്രദറെ, നാളെ എന്റെ മകൾ ഷെൽമിയുടെ മനസ്സമ്മതാണ്. അപ്പൊ അത് ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് അത്ഭുതകരമായി തന്നെ എല്ലാം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തക്ക തുണ കൊടുത്ത് മുന്നോട്ട് ഭാവിയൊക്കെയും അനുഗ്രഹമായി തീരട്ടെ. ക്രിസ്തുവിന്റെ സാക്ഷിയാകട്ടെ. യേശുവിൽ വളരട്ടെ. ആമേൻ. ഞാൻ ഓരോരുത്തരെയും ബ്ലസ് ചെയ്യും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ വിശ്വാസ പ്രഖ്യാപനത്തിൽ പറയാം. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിന്റെ നാമത്തിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. 2026 നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വരുന്നുണ്ട്. വിതയ്ക്കണം. വിത നിർബന്ധമായി പിടിച്ചു മേടിക്കുമൊന്നുമല്ല. ഹൃദയത്തിൽ അവനവന് തോന്നുന്നത് വിതയ്ക്കണമെന്ന് ബൈബിൾ പറയുന്നു. കർത്താവിന്റെ നാമത്തിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ കൊയ്ത്ത് വളരെയുണ്ട്. ആത്മീയമായും ഭൗതികമായും കൊയ്ത്തുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഓരോ പട്ടണത്തിലും നടക്കാൻ പോകുന്ന പ്രയർ സ്റ്റേഷനുകൾ, നമ്മുടെ പ്രയർ ലൈനുകൾ, നടക്കാൻ പോകുന്ന എല്ലാ മീറ്റിങ്ങളെ ഓർത്ത് പറയണം. ജനം വിടിവിക്കപ്പെടണം. തകർന്നവർ രക്ഷിക്കപ്പെടണം. യേശുവിലേക്ക് അനേകർ വരണം. നമ്മൾ യേശുവിന്റെ മണവാട്ടി ആയതുപോലെ അനേകം മണവാട്ടികൾ ബന്ധനത്തിൽ കിടക്കുവാണ്. പിശാച് അവരെ ബന്ധിച്ചിട്ടിരിക്കണം. അവരെ രക്ഷിക്കുവാൻ സുവിശേഷത്തിനെ കഴിയത്തുള്ളൂ. എന്നാൽ സുവിശേഷം പറയുവാൻ ദൈവത്തിന് ആളുകളെ വേണം. പരിശുദ്ധാത്മാവിന് പ്രവർത്തിപ്പാൻ നിങ്ങളുടെ ശരീരങ്ങളെ വേണം. അതിനായി ദൈവം നമ്മളെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് പ്രിയരെ, ഈ ദിവസങ്ങളിൽ ബലപ്പെടണം, ശക്തിപ്പെടണം. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ഇത് ഇയർ ഓഫ് പ്രയർ ആണ്. പ്രാർത്ഥനയുടെ വർഷമാണ്. പ്രാർത്ഥനയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. മലകൾ നീങ്ങുന്ന വർഷമാണ്. കർത്താവിന്റെ നാമത്തിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. കർത്താവെ, അവരുടെ നന്മ നിറയട്ടെ. അവരുടെ ജീവിതത്തിൽ, അവരുടെ ബിസിനസ്സിൽ, അവരുടെ ജോലിയിൽ എവിടെയെങ്കിലും ഒരു സാമ്പത്തിക കുരുക്ക് കിടപ്പുണ്ടെങ്കിൽ, കൊടുക്കൽ വാങ്ങൽ നിമിത്തം എവിടെയെങ്കിലും ഉയരാൻ കഴിയാതെ പ്രതിസന്ധികൾ കിടപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വെട്ടിമാറ്റുന്നപ്പ. ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാകട്ടെ. കുടുംബത്തിൽ നന്മയുണ്ടാകട്ടെ. വാരി വിതറി കൊടുക്കുവാൻ സമൃദ്ധി ഉണ്ടാകട്ടെ. ഞാൻ വിതച്ച മക്കളെ ബ്ലസ് ചെയ്യുന്നു. വിതയ്ക്കുന്നവർ കൊയ്യും. ഒരു ശേഷിപ്പ് എല്ലാ ദിവസങ്ങളിലും മാസങ്ങളിലും മാറ്റിവെക്കുക. നന്മ കിട്ടുമ്പോൾ ആദ്യത്തെ തീരുമാനം ഞാൻ കർത്താവിന്റെ വേലയിൽ കൊടുക്കുമെന്നായിരിക്കണം. അതിനുശേഷമേ ബാക്കി നിങ്ങൾ തീരുമാനിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. അതൊരു അത്ഭുതമാണ്. ഞാൻ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് സമൃദ്ധിക്കായിട്ട് നന്ദി പറയുന്നു. വലിയ അത്ഭുതങ്ങളാൽ സ്വർഗം നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കൊല്ലത്തും കോട്ടത്ത് നടക്കുന്ന ഡെലിവറൻസ് മീറ്റിംഗ് 24 കൊല്ലത്തും 28 കോട്ടത്തും നടക്കുന്നു. അതിൽ നിന്റെ പോസ്റ്റർ നിങ്ങൾക്ക് ആദ്യമായിട്ട് യൂട്യൂബിൽ കാണുന്നവർക്കൂടെ കാണാൻ പറ്റും. അത് നോട്ട് ചെയ്യുക. അന്യഭാഷാ പ്രാർത്ഥന, വിടുതൽ ശുശ്രൂഷയും പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് അതിൽ പങ്കുചേരാം. ഞാനും ലൈവിൽ നിങ്ങളോടൊപ്പം അതിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അതെല്ലാം ഭംഗിയായിട്ട് ചെയ്യും. ദേശത്തിന്റെ മേൽ തീ കത്താൻ വേണ്ടി പോകുന്നു. ആത്മാവിന്റെ ശക്തി വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കും. ആമേൻ. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. ലൈവിൽ കാണുന്ന പ്രിയരെ, ഇത് അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ടെസ്റ്റിമണി ആയിക്കോട്ടെ, വചനമായിക്കോട്ടെ, അവരുടെ ലൈഫിനെ കർത്താവ് ചേഞ്ച് ചെയ്യുവാൻ ഇതൊരു സുവിശേഷ വേല എന്ന പോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് കേൾക്കുന്ന വ്യക്തി വിടുവിക്കപ്പെടും. പട്ടണങ്ങൾ വിടുവിക്കപ്പെടും. ദൈവം എന്നെ ഉപയോഗിക്കും. ആമേൻ.